തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2024 സെപ്റ്റംബർ മാസം 28-ാം ഈ പ്രാർത്ഥനയിൽ ഉപവാസ പ്രാർത്ഥന ഒന്നിച്ച് ചേരുക. കർത്താവ് ഒരുക്കിയ നല്ല സാവകാശത്തിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ ആശ്രയിച്ച് ഒന്നിച്ച് ദൈവസ്നേഹം കർത്താവ് നമ്മെ സഹായിക്കണ്ടല്ലോ. സംഗീതത്തിന്റെ പുസ്തകം 65-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിച്ച് ചില ചിന്തകളെ ഒന്നിച്ച് ധ്യാനിച്ച് സമയ പരിധിക്കുള്ളിൽ ഈ സന്ദേശം അവസാനിപ്പിക്കാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. പരിചിതമായ സങ്കീർത്തനമാണ് 65-ാം സങ്കീർത്തനം. അതിന്റെ 7-ാമത്തെ വാക്യം പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലകവും ശമിപ്പിക്കും. ഇതിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവ് എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളത്, ഈ ഭയങ്കര കാര്യങ്ങളെ ചെയ്യുന്ന നീതിയുടെ ഉത്തരമുള്ള ദൈവമാണ് എന്ന ഈ സങ്കീർത്തനത്തിൽ എന്റെ മുൻ ഭാഗം രേഖപ്പെടുത്തി. ഭയങ്കര കാര്യങ്ങൾ നീതിയോട് ഞങ്ങൾക്ക് ഉത്തരമുള്ളുന്നു. ബലം അരക്കി കെട്ടിക്കൊണ്ട് തന്റെ ശക്തിയാൽ പർവ്വതങ്ങൾ ഉറപ്പിക്കുന്നു. സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലകവും ശമിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ചാണ് ഇവിടെ ദൈവത്തിൽ ഉടനീളം രേഖപ്പെടുത്തിക്കുന്നത്. ദൈവ പ്രവൃത്തികളെ കുറിച്ചാണ് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ എന്തെല്ലാം ചെയ്ത് കൊണ്ടിരിക്കുന്നു, ചെയ്യുവാൻ പോകുന്നു എന്നുള്ളതാണ് ദൈവവചനം. ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവ് ചെയ്തത്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി നിവർത്തിപ്പാനുള്ളതിനെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ജാതികളുടെ കലകവും ശമിപ്പിക്കുന്നു എന്നുള്ള വിഷയത്തെ ആധാരമാക്കിയാണ് ഇന്ന് അല്പസമയം നമ്മൾ ചിന്തിക്കാനായി പോകുന്നത്. അപ്പോൾ ജാതികളുടെ കലകം എങ്ങനെ ഉണ്ടാകുന്നു? ആ കലകം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദൈവം അതിനെ ശമിപ്പിക്കുവാനുള്ള വഴികൾ കൂടി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൈവത്തിന്റെ വിവിധ വ്യക്തികളെ കുറിച്ചും സന്ദർഭങ്ങളെ കുറിച്ചും ഒക്കെ എടുത്ത് പഠിക്കുമ്പോൾ കലകം ഉണ്ടായതിനെ കുറിച്ചും അതിന് ഉണ്ടായ വിഷയങ്ങളുടെ കാരണങ്ങളെ കുറിച്ചുമൊക്കെ നോക്കാൻ സാധിക്കുന്ന, ഒരിക്കലും ദൈവമക്കൾ ഒരിടത്തും കലഹമുണ്ടാക്കിയിട്ടില്ല. എന്നാൽ കലഹിപ്പിക്കുന്ന ശക്തികൾ ദേശത്തിന്മേൽ വ്യാപരിക്കുന്നുണ്ട്. കലഹം ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം, അത് പ്രധാനമായിട്ടും ഉണ്ടാകാൻ കാരണം പല ഉദ്ദേശങ്ങളുണ്ട്. കലഹം ഉണ്ടാകുന്നതിന്റെ കാരണത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കലഹം ഉണ്ടാകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നാം ചിന്തിക്കുന്നതായിരിക്കും. അംബികാൻഡി മൊബൈൽ മ്യൂട്ട് ചെയ്യണം കേട്ടോ. അംബികാൻഡി പ്ലീസ്. ഓക്കെ, താങ്ക് യു. ഇവിടെ ജാതികളുടെ കലകവും ശമിപ്പിക്കുന്നു എന്നുള്ളതിനെ ആധാരമാക്കി നാം ചിന്തിക്കുമ്പോൾ, ദൈവം നമ്മളെ ഒരു ജാതിയാക്കി മാറ്റി. നാം ജാതികളിൽപ്പെട്ടവരായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് മുഖാന്തരമായി ദൈവം നമ്മെ ഒരു ശ്രേഷ്ഠ ജാതിയാക്കി മാറ്റി. ദൈവത്തിന്റെ വചനപ്രകാരം നാം ഒരു പ്രത്യേക ജനഭാഗമായി വേർതിരിക്കപ്പെടാത്തുന്നത് അത് ക്രിസ്തു യേശുവിന്റെ കൃപയാലാണ്. സമുദ്രത്തിൽ അമർന്ന ഈ ജലത്തിൽ നിന്ന് ദൈവം നമ്മളെ ജാതികളാണെന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങി അവന്റെ രക്തത്തിന്റെ വിലകളാക്കി സ്വന്തം ജാതിയാക്കി സ്വന്തം ജനമാക്കി മാറ്റുകയാണ് ചെയ്തത്. അതുകൊണ്ട് ദൈവത്തിന്റെ ജാതിയാകുന്ന ദൈവത്തോട് അടുത്ത് വരുന്നവർക്കെതിരെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകും, കലകമായിട്ട് എഴുന്നേൽക്കും. എന്നാൽ അതിനെ പ്രയാസമായി തീരാതെ ശമിപ്പിക്കുവാൻ ദൈവാത്മാവ് ഇടപെടുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ വചനത്തിൽ രേഖപ്പെടുത്തിയത്. അപ്പോൾ കർത്താവിന്റെ വചനപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും, വിഷയങ്ങൾ ഉയരും. എന്നാൽ അതിന് വരുന്നതിന് മുമ്പായി തന്നെ ദൈവം അതിന് വേണ്ടതായ കാര്യങ്ങൾ ചെയ്തിട്ടാണ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്നും ദൈവനം രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 20-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഈ വചനമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം കലകം ശമിച്ച ശേഷം പൗലോസ് ശിഷ്യന്മാരെ കൂട്ടിവരുത്തി പ്രബോധിപ്പിച്ചിട്ട് യാത്ര പറഞ്ഞ് മക്കോദോനിക്ക് പുറപ്പെട്ടു പോയി. അപ്പോൾ കലകം ശമിച്ച ശേഷം എങ്ങനെ കലകമുണ്ടായി, എങ്ങനെ കലകം ശമിച്ചു എന്നാണ് അതിന് മുമ്പ് ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, വിവിധ സ്ഥലങ്ങളിലും സമയങ്ങളിലും കാലങ്ങളിലും ദൈവഭക്തന്മാരായിരിക്കുന്ന ദൈവദാസന്മാർക്കെതിരെ, ദൈവമക്കൾക്കെതിരെ കലകമുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പൗലോസിന്റെ ജീവിതത്തെ നമ്മൾ നോക്കുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായി നിരവധി കലഹങ്ങളിൽ
അവൻ പെട്ടുപോകേണ്ട സന്ദർഭം. കാരണം ദൈവവചനം അതിശക്തിയോടെ ദൈവനാമത്തിന് വേണ്ടി സംസാരിക്കുകയും ശുശ്രൂഷിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അത് മുഖാന്തരമായി ജാതീയ ശക്തികൾക്കുണ്ടായ എതിർപ്പുകളാണ്, അല്ലെങ്കിൽ ആ ശക്തികളുടെ ബലം നഷ്ടപ്പെടുന്നു, ഒടുങ്ങിപ്പോകുന്നു എന്ന് കണ്ടപ്പോൾ അസൂയ പൂണ്ടും അതുപോലെ സാമ്പത്തിക നന്മ നഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോഴാണ് പലപ്പോഴും കലഹമുണ്ടാകുന്നതെന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇന്ന് ഞാൻ ഈ വചനം സംസാരിക്കുമ്പോൾ എന്റെ പുറകിൽ ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്ന സമാധാനത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ്. നാം ആർക്കും ഒരു ദോഷമോ മറ്റാർക്കും ഒരു പ്രശ്നമുണ്ടാക്കുന്നവരല്ല. ദൈവമക്കൾ ഒരിക്കലും ആരുടെയും തിന്മയ്ക്ക് വേണ്ടി നിൽക്കുന്നവരല്ല. ജീവിതകാലത്തിൽ നാം എല്ലാവരോടും സമാധാനം ആചരിക്കുവാനും നന്മ ചെയ്ത് സദാകാലം സുഖത്തോടെ ഇരിക്കാൻ വേണ്ടിയുമാണ് നാം ആഗ്രഹിക്കുന്നത്. നാം ഒരിക്കലും ആർക്കും ഒരു തിന്മ ജീവൻ ആഗ്രഹിക്കുന്നവരല്ല. ഒരു ജാതിക്കാകട്ടെ, ഒരു ജാതികൾക്കാകട്ടെ, ഒരു മനുഷ്യർക്കും ദൈവമക്കൾ ഒരിക്കലും ഒരു പ്രശ്നമുണ്ടാക്കുന്നവരല്ല. എന്നാൽ നാം ചെയ്യുന്നത് ലോകത്തിന്റെ മുമ്പിൽ പലപ്പോഴും അത് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. അല്ലെങ്കിൽ അത് അന്ധകാര ശക്തികൾ ദൈവമക്കൾക്കെതിരെ നന്മ പ്രവൃത്തി ചെയ്യുന്നതിന് വിരുദ്ധമായി കലഹിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്റെ 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ എന്താണ് അതിന്റെ കാരണമെന്ന് അവിടെ വളരെ വ്യക്തമായി 19-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ആ കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി വലിയ കലഹമുണ്ടായി. അപ്പോൾ ആ കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി വലിയ കലഹം ഉണ്ടായി. എന്താ കലഹം ഉണ്ടായത്? സാധാരണ കലഹമല്ല, വലിയ കലഹമുണ്ടായി. കാരണം വലിയ ശക്തികൾ കുടിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന പ്രവൃത്തി വലുതാണ്. അപ്പോൾ അവിടെ ഒരു പ്രവൃത്തി വെളിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന എതിർപ്പുകളും വലുതായിരിക്കും എന്നുള്ളത് ദൈവം ഓർക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെറിയ പ്രവൃത്തികൾക്ക് അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള എതിർപ്പുകളാണ് ഉണ്ടാകുന്നെങ്കിൽ വലിയ കാര്യങ്ങൾ പ്രാപിച്ചെടുക്കാൻ വേണ്ടി വലിയ എതിർപ്പിനെ നേരിടേണ്ടത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുടുംബ വിഷയമാകട്ടെ, മക്കളുടെ വിഷയമാകട്ടെ, ജോലിയാകട്ടെ, ഏത് വിഷയമാകട്ടെ, അപ്പോൾ ഒരുപാട് പ്രാർത്ഥിക്കേണ്ടതിന്റെ കാരണം വരുന്നത് അത് ചെറിയൊരു കാര്യം അല്ലാത്തത് കൊണ്ടാണ്. വിചാരിക്കും എന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രാർത്ഥിക്കേണ്ടി വരുന്നത്? അപ്പോൾ ആ പ്രാർത്ഥന ദീർഘമാകുന്നുണ്ടെങ്കിൽ അതിന്റെ പിമ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതൊരു ചെറിയ കാര്യമല്ല. കാരണം ശത്രു അത് തരികയില്ല, അല്ലെങ്കിൽ വിട്ടുതരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വെച്ചിരിക്കുന്ന വിഷയങ്ങളെയാണ് അതിന്റെ ചൂട് മാന്തി വേരോടെ വെളിയിലെടുക്കാൻ വേണ്ടി ഉള്ള ദൈവ മക്കളുടെ പരിശ്രമമാണ് പ്രാർത്ഥനോപവാസം. നമുക്കറിയാം, ഒരു ബലമില്ലാത്ത ഒരു കാര്യം പിഴുതെടുക്കാൻ എളുപ്പമാണ്, വളരെ പിഴുതെടുക്കാൻ എളുപ്പമാണ്. എന്നാൽ ബലമുള്ള ഒരു കാര്യത്തെ പിഴുതെടുക്കാൻ കഴിയത്തില്ല. അതിന് ഒരുപാട് പരിശ്രമം ആവശ്യമാണ്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഒരു വലിയ വിഷയത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് അതിന്മേൽ പരിഹാരമുണ്ടായി ആ വിഷയം പരിഹരിക്കപ്പെടുമ്പോൾ മറുഭാഗത്ത് അതിന് ശക്തമായിരിക്കുന്ന എതിർപ്പുകൾ ഉണ്ടാകും. അപ്പോൾ ആ എതിർപ്പുകളെ ദൈവം മുൻപിൽ കണ്ടുകൊണ്ട് അതിനെ എങ്ങനെ ശമിപ്പിക്കണമെന്ന് കൂടി ദൈവം കണ്ടുകൊണ്ടാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ കടന്നു പോകുന്ന കണ്ണുനീരിന്റെ, പ്രാർത്ഥനയുടെ, പോരാട്ടങ്ങളുടെ, എതിർപ്പുകളുടെ ഒക്കെ പിറകിൽ വലിയ നന്മ വെളിപ്പെടുവാനുണ്ട്. അതുകൊണ്ടാണ് പോരാട്ടം കൂടെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് നിരന്തരമായി ഉപവസിക്കേണ്ടി വരേണ്ടത്. നിങ്ങൾ പുറകോട്ട് ചിന്തിച്ചു നോക്ക്. ഒരുപാട് കരഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ, ഒരുപാട് ഭാരപ്പെട്ട വിഷയങ്ങൾ, ഒരുപാട് വേദനപ്പെട്ട വിഷയങ്ങൾ, എത്ര ഇനി പ്രാർത്ഥിക്കുന്നുണ്ട് പോലും ഇല്ലയോ എന്ന് വിചാരിച്ചുകൊണ്ട് തകർന്നുപോയ എത്രയോ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിന്മേലൊക്കെ ദൈവം അത് നന്മയായി നൽകുവാനിടയായി തീർത്തപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ കലഹിക്കുന്ന ജാതികളൊന്നുമില്ലെങ്കിലും ജാതിക പോരുകളും പാരമ്പര്യത്തിന്റെ ശക്തികളും ദൈവമക്കളുടെ അനുഗ്രഹങ്ങളെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ അതിനെ വേരോടെ പിഴുത് എടുക്കുവാൻ
ആ വിഷയം പരിഹരിക്കപ്പെടുവാൻ ദൈവാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ച് നമ്മളെ സ്വതന്ത്രമാക്കുവാൻ വേണ്ടിയാണ് നാം ഇന്ന് പകർച്ചം കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കും എല്ലാവർക്കും പ്രശ്നമുണ്ട്, പ്രതികൂലമുണ്ട്, വിഷയങ്ങളുണ്ട്. എന്നാൽ അത് കൂടുതലായിട്ട് ഉറച്ചിരിക്കുന്ന വിഷയമാണ്. തരി ഇല്ല എന്ന്, ദേശത്തെ വിട്ടുതരികയില്ലെന്ന്, അല്ലെങ്കിൽ ആ നന്മ തരികയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വെച്ചിരിക്കുന്ന വിഷയങ്ങളിൽ മേൽ അതിനെ വിടുവിച്ചെടുക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് ഈ പ്രാർത്ഥന. ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾ വലിയൊരു കുഞ്ഞിനെ വലിച്ചെടുക്കുന്നത് പോലെ ഒരു വിഷയമായിട്ട് നമ്മൾ പിടിച്ചെടുക്കുന്നത്. അപ്പൊ പൗലോസ് ഈ കടന്നു ചെന്ന ദേശങ്ങളൊക്കെയും ദൈവത്തിനു വേണ്ടി ധാരാളമായി പ്രവർത്തിച്ചവനായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ എഫെസോസിൽ എത്തിയപ്പോൾ അവൻ വിചാരിച്ചത് മക്കദോനിയയിലും അഖായയിലും കൂടി കടന്ന് യെരൂശലേമിലേക്ക് പോകണമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് അവൻ അവിടെ എഫെസോസിൽ എത്തിയത്. എന്നാൽ അതിനു മുമ്പായി അവിടെ ചെയ്ത ശുശ്രൂഷകളൊക്കെ വളരെ ശക്തമായതുകൊണ്ട് ഈ എഫെസോസിൽ എത്തിയപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവനെതിരെ ഒരു കൂട്ടം ആൾക്കാർ എഴുന്നേൽക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ കാലത്ത് ഈ മാർക്കറ്റ് വലിയ കലകമുണ്ടാകും. വെള്ളി കൊണ്ട് അർത്തമസ് ദേവിയുടെ ക്ഷേത്ര രൂപങ്ങളെ തീർക്കുന്ന ദെമത്രിയോസ് എന്ന് തട്ടാൻ തൊഴിൽക്കാർക്ക് വളരെ ലാഭം വരുത്തുന്നവനും വരുത്തി വന്നു. അവരെയും ആ വകയിൽ ഉൾപ്പെട്ട വേലക്കാരെ കൂട്ടിവരുത്തി പുരുഷന്മാരെ, നമ്മുടെ സമ്പാദ്യം ഈ തൊഴിൽ കൊണ്ടാകുന്നുവെന്ന് നിങ്ങൾക്ക് ബോധ്യമല്ലോ. എന്നാൽ ഈ പൗലോസ് എന്നവൻ കയ്യാൽ തീർത്തത് ദേവന്മാർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫെസോസിൽ മാത്രമല്ല മിക്കവാറും ആസിയയിലൊക്കെയും വളരെ ജനങ്ങളെ സമ്മതിപ്പിച്ച് മറിച്ചു കളഞ്ഞുവെന്ന് നിങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത്. ഇവൻ ദെമത്രിയോസ് എന്ന തട്ടാൻ ആ തൊഴിൽക്കാർക്ക് വളരെ ലാഭം ഉണ്ടാക്കി കൊടുത്തിരുന്നവനായിരുന്നു. അവന് ചെയ്തത് ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം കൂട്ടിവരുത്തി. അപ്പൊ അവിടെ സാത്താൻ ഇവനെയാണ് കയ്യിലെടുത്തത്. കാരണം മറ്റൊന്നുമല്ല, ഈ പൗലോസിന് നേരെ ഏതെങ്കിലും വിധത്തിൽ ഉള്ള കാര്യങ്ങൾ കണ്ടെത്തി അവനെ നശിപ്പിച്ചു കളയാനുള്ള തത്രപ്പാടിലായിരുന്നു അവിടുത്തെ പൈശാചിക ശക്തികൾ വ്യാപരിച്ചത്. എഫെസോസിലെ ശുശ്രൂഷയ്ക്ക് തടസ്സമായി നമുക്കറിയാം. എഫെസോസിൽ പോകാൻ നേരത്ത് അവിടെ ആസിയിൽ വചനം പ്രസംഗിക്കാതെ അവരെ വിലക്കി അവരെ മക്കദോനിയയിലേക്ക് അയച്ചതിനെ കുറിച്ച് നമുക്കറിയാം. പിന്നീട് ദൈവത്തിന്റെ സമയത്താണ് അവരെ അവിടെ മടക്കി കൊണ്ടുവന്നത്. കാരണം അത്രമാത്രം ശക്തമായ പൈശാചിക പോരാട്ടമുള്ള ആ ഏഷ്യയിലെ പ്രധാന സ്ഥലമായിരുന്നു എഫെസോസ് പട്ടണം. അവിടെയാണ് ഈ ദൈവത്തിന്റെ സമയത്ത് ദൈവം പൗലോസിനെ ഉപയോഗിക്കുന്നത്. അവിടെ ഡെമത്രിയോസ് എന്ന ആ പണിക്കാരനാണ് ഇതിന്റെ പിമ്പിൽ, തട്ടാനാണ് ഇതിന്റെ പിമ്പിൽ. അവനെ സമ്പാദ്യം നഷ്ടപ്പെട്ടു പോകുന്നല്ലോ എന്ന് കണ്ടുകൊണ്ട് അവൻ അത്തരം ആൾക്കാരെ കൂട്ടിവരുത്തി. അതിൽ ഒരുത്തനായിരുന്നു അലക്സാണ്ടർ. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ, ചെമ്പു പണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു, അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവിന് പകരം ചെയ്യും. അപ്പോൾ ഇവിടെ അലക്സാണ്ടറിനെ കുറിച്ച് ഇവിടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ആ സംഭവങ്ങളെ കുറിച്ച് എടുത്തെഴുതുമ്പോൾ തിമോത്തിയോസിന് എഴുതുന്ന ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, ഈ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തവനാ. അവൻ എന്താണ് ചെയ്യുന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവനും തിമോത്തിയോസും കൂടെ കൂട്ടിവരുത്തിയ കൂട്ടത്തിൽപ്പെട്ടവനാ. അവൻ യഹൂദനായിരുന്നു. അവൻ യഹൂദനായിട്ടും പൗലോസിനെതിരെ വളരെയധികം ശക്തമായി നിന്നവനായിരുന്നു. അതിന്റെ 33-ാം വാക്യം, യഹൂദന്മാർ മുമ്പോട്ട് ഉന്തിക്കൊണ്ടുവന്ന് അലക്സാണ്ടറിനെ പുരുഷാർത്ഥിച്ച് സംസാരിക്കാൻ ഉത്സാഹിപ്പിച്ചു. അലക്സാണ്ടർ ആംഗ്യം കാട്ടി ജനസമൂഹത്തോട് പ്രതിപാദിപ്പാൻ എന്നാൽ അവൻ യഹൂദനെന്ന് അറിഞ്ഞപ്പോൾ എഫെസോസ്യരുടെ അർത്തിമിസ് മഹാദേവി എന്ന് എല്ലാവരും കൂടെ 2 മണി നേരത്തോളം ഏകശബ്ദത്തോടെ ആർത്തുകൊണ്ടിരുന്നു. അപ്പൊ ഇങ്ങനെ വളരെയധികം ശക്തമായിരിക്കുന്ന എതിർപ്പ് എഫെസോസിൽ ഉണ്ടായി. അതിനെ കൂട്ടുനിൽക്കാൻ വേണ്ടി ചില വ്യക്തികളോട് എഴുന്നേൽക്കുവാണ്. ദെമത്രിയോസ് എന്ന തട്ടാൻ ഇതിനെതിരായി നിൽക്കുമ്പോൾ അവനോട് കൂടെ നിന്ന് അലക്സാണ്ടർ വളരെ ദോഷം ചെയ്തെന്നാണ് ഇവിടെ രേഖപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ ഞാൻ വിചാരിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ടുണ്ടായൊരു വിഷയമല്ല.
പൗലോസ് അവിടെ ചെന്ന് എഫെസോസിൽ ചെന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ഈ മാർഗത്തെ ചൊല്ലി വലിയ സംശയങ്ങളും വാദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എവിടെ ചെന്നാലും ഇത് സംബന്ധിച്ച് സംശയങ്ങളും വാദങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ സംസാരിക്കുകയും വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ഈ മാർഗത്തെ ചൊല്ലി വലിയ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഏതാണ് ഈ മാർഗം? യേശുക്രിസ്തുവിന്റെ രക്ഷാമാർഗത്തെ കുറിച്ചുള്ള വിഷയത്തെ ചൊല്ലിയാണ് വലിയ കലഹമുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന്റെ വചനം അത് സത്യത്തിന്റെ മാർഗവും വിടുതലിന്റെ മാർഗവുമാകുമ്പോൾ അത് വിടുതലിന്റെ മാർഗമായതുകൊണ്ട് ഈ പൈശാചിക ശക്തി ഒരിക്കലും ഈ മാർഗത്തെ വിപുലപ്പെടുത്തുവാൻ എല്ലാവരിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി സമ്മതിക്കത്തില്ല, അതിനെ തടയാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കും സംഭവിക്കുന്നത്. ദൈവ സമാധാനത്തിലേക്ക് മനുഷ്യനെ അടുത്തു വരുവാൻ വേണ്ടി, നിത്യസമാധാനം പ്രാപിപ്പാൻ വേണ്ടിയുള്ള മാർഗമാണ് സുവിശേഷം. അത് സമാധാനത്തിന്റെ മാർഗമാണ്. അപ്പോൾ ഈ സമാധാനത്തിന്റെ മാർഗത്തിന് വിരുദ്ധമായി അസമാധാനത്തിന് ശക്തിയായിരിക്കുന്ന പിശാച് ഈ മാർഗത്തെ ഏത് വിധത്തിലും തടയാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവൻ ആരെയെങ്കിലുമൊക്കെ കയ്യിലെടുത്ത് ചെല്ലുന്നിടത്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ മാർഗത്തെ തടയാൻ വേണ്ടി ശ്രമിച്ചു എന്ന് നാം ഈ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് സുവിശേഷമുള്ള ബന്ധത്തിൽ നിരവധി ഭാഗങ്ങൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് ഓരോന്നായിട്ടൊന്ന് നമുക്കെടുത്ത് ചിന്തിപ്പാൻ സമയമില്ലെങ്കിൽ ചില തെളിവുകൾ നൽകാം. 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 17-ാം അധ്യായം അതിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് വിവരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവൻ എവിടെ ചെന്നാലും അവിടെ എല്ലാം ചെയ്യുന്നത് യേശു ക്രിസ്തുവാകുന്ന രക്ഷാമാർഗത്തെ അറിയിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ തെസ്സലോനിക്കയിലെത്തിയപ്പോഴും അവിടെയും പൗലോസ് പ്രസംഗിച്ചത് രക്ഷാമാർഗത്തെ കുറിച്ചാണ്. എന്നാൽ രക്ഷാമാർഗം, ഈ മാർഗം ഏതാണ്? ഈ മാർഗം യേശു ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചും വിവരിച്ചും കൊണ്ടുവരും. ഇതാണ് രക്ഷയുടെ മാർഗം. യേശു ക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനം, അവൻ മരിച്ചത്, കഷ്ടം സഹിച്ചത്, മരിച്ചത്, ഉയർത്തെഴുന്നേറ്റത്, ഇന്നും അവൻ ജീവിക്കുന്നത് എന്നുള്ള ആ കാര്യം അറിയിച്ച് ഇസ്രായേലിൽ വരുവാനുണ്ടായിരുന്ന ആ ക്രിസ്തുവാണ് യേശു എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ അംഗീകരിക്കാൻ കഴിയാതെ യേശുവിനെ ക്രൂശിച്ച തലമുറ അവരെന്ത് ചെയ്തു? അതിനെതിരെ ശക്തമായി നിൽക്കാതെ ഒരു കാലത്ത് ഈ പൗലോസും അപ്രകാരം ചെയ്തവനായിരുന്നു. അതുകൊണ്ട് അവന് എന്നാൽ ദൈവം അവനെ പിടിച്ചതുകൊണ്ട് ഈ മാർഗത്തെ ചൊല്ലിയുള്ള യഥാർത്ഥമായ വഴി അവന് മനസ്സിലാക്കുവാൻ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മാർഗം, വ്യക്തമായ മാർഗം എന്താണെന്ന് മനസ്സിലാക്കിയ പൗലോസ് അനവധി ആൾക്കാർക്ക് നിത്യജീവന്റെ മാർഗത്തിലേക്ക് അവനെ കൊണ്ടുവരുവാൻ ദൈവം പാടിയെത്തുന്നു. അപ്പൊ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരിൽ ചിലരും ഭക്ത യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച പൗലോസിനോടും ശീലാസനോടും ചേർന്നു. അവരിൽ ചിലരും ഈ ദൈവനെ സംസാരിക്കുമ്പോൾ ഇത് നിഷ്കളങ്ക മനസ്സാക്ഷിയുള്ളവരെല്ലാം ആ വചനം കേൾക്കും. ദൈവ വചനം കേട്ട് അത് ക്ലിയർ ചെയ്യുന്നത് ഈ നിഷ്കളങ്കമായിട്ടുള്ള ജീവിതങ്ങളെയാണ് സ്വീകരിക്കുന്നത്. നമ്മൾ സുവിശേഷം അറിയിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഇതൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ, ഇതൊക്കെ ഏറ്റെടുക്കുമോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ പ്രിയപ്പെട്ടവരെ, ദൈവവചനം എവിടെ ഘോഷിക്കപ്പെട്ടാലും ആ വചനത്തിന്റെ വേണ്ടി കാതോർത്തിരിക്കുന്ന ചില ഹൃദയങ്ങളെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ദൈവനെ ഒരിക്കലും വൃഥാവായിട്ട് സംസാരിപ്പാൻ ദൈവം സമ്മതിക്കുകയില്ല. ദൈവം തന്റെ ദാസിമാരെ ദൈവവചനമായിട്ട് അയക്കുന്നത് ദൈവവചനം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ചില ജീവിതങ്ങളുടെ അടുത്തേക്ക് ദൈവം അയക്കുന്നത്. അപ്പോൾ നമുക്കറിയത്തില്ല ഇത് ഈ യേശു ക്രിസ്തു മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും ഉയർത്തെഴുന്നേറ്റ് നമ്മൾ ചരിത്ര സംഗതികളൊക്കെ പറഞ്ഞ് വെളിപ്പെടുത്തി തെളിയിച്ചാലും അനേകരെ ഏറ്റെടുക്കണമെന്നില്ല. എന്നാൽ ഈ ഇതിനു വേണ്ടി ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുമ്പോൾ ദൈവം അയക്കുന്നവരാണ് ദൈവം സംസാരിക്കുന്നത്. അപ്പൊ ദൈവം അയക്കുന്നവർ ദൈവം സംസാരിച്ചാൽ ആ വചനം കേൾക്കുവാൻ വേണ്ടി ദൈവമക്കളാകുവാനുള്ളവർ ആ വചനം കേൾക്കുക. അപ്പം ദൈവം അയക്കുന്നവർ ദൈവം സംസാരിക്കുന്നു, ദൈവസന്തതിയായവർ ദൈവത്തിന്റെ വചനം കേൾക്കും. അപ്പോൾ അങ്ങനെ ദൈവത്തിന്റെ മക്കളായി തീരുവാൻ ഓരോ സ്ഥലങ്ങളിലും
ദൈവം ആക്കി വെച്ചിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. അവരാണ് ഈ വചനത്തെ ഏറ്റെടുക്കുന്നത്. അവർ വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ചപ്പോൾ യഹൂദന്മാരോ അസൂയ പൂണ്ട് മെനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലകമുണ്ടാക്കി. അപ്പോൾ പട്ടണത്തിൽ കലകമുണ്ടാക്കുന്നത്, പ്രശ്നമുണ്ടാക്കുന്നത് ദൈവമക്കളല്ല. അവരാരും ഒരിക്കലും, ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ പറഞ്ഞല്ലോ, നമ്മളാരും ആളെ കൂട്ടി കലകമുണ്ടാക്കുന്നവരല്ല. എവിടെയെങ്കിലും നമ്മൾ ചെല്ലുമ്പോൾ ആൾക്കാരെ കൂട്ടി അവരെ വശീകരിച്ച് കലകമുണ്ടാക്കുന്നവരല്ല ദൈവമക്കൾ. ദൈവമക്കൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് സമാധാനത്തിന്റെ മാർഗമാണ് സംസാരിക്കുന്നത്. എന്നാൽ ഈ കലകമുണ്ടാക്കുന്നത് മറ്റുള്ളവരാണ്. അവർ അസൂയ പൂണ്ടിട്ടാണ് കലകമുണ്ടാക്കുന്നത്. യഹൂദന്മാരോ അസൂയ പൂണ്ട് മെനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് എന്ത് ചെയ്തു? പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലകമുണ്ടാക്കി യാസോന്റെ വീട് വളഞ്ഞ് അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. ഇവിടെ ഈ തെസ്സലോനിക്കയിലെത്തി ദൈവത്തിന്റെ വചനം ആധികാരികമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആ യഥാർത്ഥമായ മാർഗം ഇതാണ്. ഇനി നിങ്ങളാരും കാത്തിരിക്കേണ്ട, ക്രിസ്തു വന്നു, അവൻ ജോസഫിന്റെ പുത്രനായിരുന്നു, അവൻ മരിച്ചു അടക്കമുള്ള ഉയർത്തെഴുന്നേറ്റു എന്ന സാക്ഷ്യത്തെ പ്രസ്താവിച്ചപ്പോൾ യഥാർത്ഥമായ ആ പഴയ നിയമത്തിൽ തിരുവഴുത്തിൽ മറഞ്ഞിരുന്ന കാര്യത്തെക്കുറിച്ച് അവർ സംസാരിച്ചപ്പോൾ അവർക്കത് ഉൾക്കൊള്ളുവാൻ കഴിയാത്തതുകൊണ്ടാണ് അവരവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പാരമ്പര്യത്തിൽ കിടക്കുന്നവർക്ക് ഏതെല്ലാം വിധത്തിൽ ദൈവം നമ്മൾ അരച്ചു കലക്കി കൊടുത്താലും അവരെ നിരസിച്ചു കളയും. എന്നാൽ അതിന്റെ ഇടയിൽ ദൈവം കണ്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ട്, അവർ സ്വീകരിപ്പാനും ഇടയാത്തരും. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവം പറഞ്ഞിരിക്കുന്നത്, അവരെ ഇങ്ങനെയുള്ളവർ ആ വചനം കേട്ട് ദൈവഭാഗത്തേക്ക് വരുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് അസൂയ പൂണ്ടുവാൻ ഇടയാത്തരും. അസൂയ ഉള്ളത് കൊണ്ടാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കിയത്. ഇവിടെ ഈ 17-ാം അധ്യായത്തിൽ കലകത്തിന് കാരണം അസൂയയായി. അപ്പോൾ ഈ പൗലോസ് വന്ന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അത് മുഖാന്തരമായി ജീവിതങ്ങൾ പാരമ്പര്യം വിട്ട് ദൈവത്വങ്ങളിലേക്ക് വരുന്നു, സത്യമാർഗത്തിലേക്ക് വരുന്നു എന്നുള്ളത് വന്നു കഴിഞ്ഞപ്പോൾ അവര് കലകമുണ്ടാക്കി വീട് വളഞ്ഞ് എങ്ങനെ ഇവരെ മുമ്പിൽ കൊണ്ടുവരണമെന്ന രീതിയിൽ യാസോന്റെ വീട് വളഞ്ഞെങ്കിൽ അതിനു മുമ്പായി അവരെ അവിടെ കാണാൻ സാധിച്ചത് ദൈവം അവരെ മാറ്റിയിരുന്നു. അവരെ കാണാഞ്ഞിട്ട് യാസോനെയും പല ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കലേക്ക് കഴിച്ചുകൊണ്ട് ഭൂലോകത്തെ കലയിപ്പിച്ചവർ ഇവിടെ എത്തി യാസോനെ കൈക്കൊണ്ടും ഇരിക്കുന്നു. അവരൊക്കെയും യേശു എന്ന് മറ്റൊരുവൻ രാജാവെന്ന് പറഞ്ഞുകൊണ്ട് കൈസറുടെ നിയമങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്ന നിലവിളിച്ചു. ഇത് കേട്ടിട്ട് പുരുഷാരവും നഗരാധിപന്മാരും ഭ്രമിച്ചു. യാസോൻ മുതലായവരുടെ ജാമ്യം വാങ്ങി അവരെ വിട്ടയച്ചു. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അവിടുന്ന് ദൈവം അത്ഭുതമായിട്ട് അവരെ വിടുവിച്ചു. അപ്പോൾ ഈ കലകമുണ്ടാക്കുന്നത് ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ ദൈവമക്കളല്ല, കലകമുണ്ടാക്കുന്നത് പൈശാചികനാണ്, സാത്താനാണ്. അങ്ങനെ അവര് ആ വിവിധ വിഷയങ്ങൾ ഉണ്ടാക്കി ദേശത്തെ കലകമുണ്ടാക്കുമ്പോൾ ദൈവം അതിനു മുമ്പായി തന്നെ തന്റെ മക്കൾക്ക് വേണ്ടി ദൈവം വഴി തുറന്നു. ഞാൻ പറഞ്ഞല്ലോ, കലകമുണ്ടാകുമ്പോൾ ജാതികളുടെ കലകത്തെ ശമിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ദൈവം കണ്ടിട്ടുണ്ട്. ഇന്ന് പകൽ സമയം ദൂത് കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, നമുക്കെതിരെ എതിർപ്പുകൾ എഴുന്നേൽക്കുമ്പോൾ ആ എതിർപ്പുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് അതിനെ ശമിപ്പിക്കുവാനുള്ള വഴി കൂടി ദൈവം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഭാരപ്പെട്ടു പോകേണ്ട, എതിർപ്പില്ലാത്തതല്ല ക്രിസ്ത്യ ജീവിതം. എന്നാൽ എതിർപ്പുകൾക്ക് അതീതമായി നമ്മെ വിടിവിക്കുവാൻ, അതിനെ ശമിപ്പിക്കുവാൻ കഴിവുള്ളവൻ ഇവിടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നാം മുമ്പോട്ട് പോകുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അബ്രഹാമിന്റെ സന്തതിയായിരിക്കുന്ന ഇസ്രായേലിനെ നോക്കുമ്പോൾ എത്രയോ കലകത്തിലൂടെയും എത്രയോ പ്രശ്നം കൂടി കടന്നുപോയതാ. എന്നാൽ അതിനെല്ലാം ശമിപ്പിച്ച് ദൈവം അവരെ വെളിയിൽ കൊണ്ടുവന്നതുപോലെ, നിലനിർത്തിയതുപോലെ, ഇന്നും നിലനിർത്തിയതുപോലെ നമുക്കറിയാം എത്രയോ കലകങ്ങൾ, എത്രയോ യുദ്ധങ്ങൾ, എത്രയോ വിഷയങ്ങളിലൂടെ കടന്നുപോയതാ. എങ്കിലും യാക്കോബിന്റെ പുത്രന്മാരെ മുടിച്ചു കളയുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം ദൈവം അതിനെ കലകങ്ങളെ ശമിപ്പിക്കുവാൻ ശക്തിയുള്ളവനാണ്. ദൈവത്തിന്റെ വാഗ്ദത്തം കേൾക്കുന്ന ദൈവമക്കൾ ഒരു നാളും നശിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. എത്ര പ്രതികൂലങ്ങൾ എഴുന്നേറ്റാലും അതിനെ അതിജീവിപ്പാനുള്ളതായ ദൈവകൃപ മുൻപിൽ കണ്ടുകൊണ്ടാണ് ദൈവം ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നത്. അപ്പോൾ പൗലോസിന് ഇങ്ങനെ ഈ വിഷയങ്ങൾ ഉണ്ടായെങ്കിലും അവനെന്ത് ചെയ്തു? അവിടുന്ന് തന്നെ സഹോദരന്മാർ രാത്രി തന്നെ പൗലോസിനെയും ശിലാസിനെയും
പെരോവിലേക്ക് പറഞ്ഞയച്ചു. ദൈവം ഒരു ശുശ്രൂഷ തന്നിട്ടുണ്ടെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി കർത്താവ് നമ്മളെ കണ്ടിരിക്കുന്ന ആ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ ദൈവശക്തം തന്നെയാണ്. പൗലോസ് പറഞ്ഞു, നീ റോമയിലെത്തണം, നീ അവിടെ എന്റെ സാക്ഷ്യം പ്രസ്താവിക്കണമെന്ന് ദൈവം അവരോട് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് മറ്റാർക്കും തന്നെ അതിനെ തടയാൻ കഴിയത്തില്ല. ദൈവം ഒരാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ, എത്ര പ്രശ്നമുണ്ടായാലും എത്ര ശക്തികൾ എഴുന്നേറ്റാലും അവിടെയൊന്നും നമുക്കെതിരായി ശക്തി വായ്പതിനെ സമ്മതിക്കത്തില്ല. ആ കലകത്തെ ഇല്ലാതാക്കുവാൻ, ആ വൈരിയെ ഇല്ലാതാക്കുവാൻ, ആ പോരിനെ ഇല്ലാതാക്കുവാനുള്ള അത്യന്തമായ ശക്തി ദൈവാത്മാവ് തന്നെ ചെയ്ത് അതിനെ ശമിപ്പിച്ചിരിക്കുന്നു. ഇപ്പോഴത്തേക്ക് കലകം എന്നല്ല പറഞ്ഞത്, ആ കാലത്തെ മാർഗത്തെ ചൊല്ലി വലിയ കലകമുണ്ടായി. തെസ്സലോനിക്കയിലുണ്ടായ കലകം അത് കലകമായിരുന്നെങ്കിൽ എഫെസോസിലുണ്ടായത് വലിയ കലകമാണ്. പക്ഷേ ഈ വലിയ കലകമുണ്ടായാലും എത്ര ശക്തിയുള്ളതാണെങ്കിലും നമ്മുടെ ദൈവം സകലത്തേക്കാൾ വലിയവനാണ്. എത്ര വലിയ കലകമുണ്ടായാലും, എത്ര വലിയ രോഗം അടിച്ചു വന്നാലും, ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും അതിനെ ശമിപ്പിക്കുവാൻ, ഇല്ലാതാക്കുവാൻ, അതിന് ശമനം നൽകുവാൻ വലിയവനായിരിക്കുന്ന ദൈവത്തിന്റെ മക്കളോട് കൂടിയുണ്ട്, നമ്മളോട് കൂടിയുണ്ട്. അപ്പോൾ ഈ മാർഗത്തെ ചൊല്ലി വലിയ കലകമുണ്ടായി എന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ കൂട്ടിവെഴുത്തി അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ആർക്കെതിരെയാ നിൽക്കുന്നറിയാമോ? ഇവിടെ പൗലോസും കയ്യിലെണ്ണാൻ ഒതുങ്ങുന്ന ചില വിശ്വാസികളും മാത്രമേ ഉള്ളൂ. പക്ഷേ 2 or 3 പേരെ ഉള്ളുവെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ദേശത്തിന്റെ മുഴുവനും ആരാധനാപാത്രമെന്ന് വിചാരിക്കുന്ന ആ ശക്തിക്കെതിരെ അധികം ആൾക്കാരൊന്നും ഇവിടെയില്ല. പൗലോസും അവനോട് കൂടെയുള്ള സന്തോഷയാളെ ചില ആൾക്കാരും മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന ദേശത്ത് പിടിച്ചു കുലുക്കുവാൻ, അവിടെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുവാൻ, അവിടെയുള്ള വിഷയങ്ങളെ അവിടെ വലിയവ ചെയ്യുവാൻ ദൈവം അവരോട് കൂടിയിരുന്നപ്പോൾ ദേശത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായെന്നാണ് പറയുന്നത്. നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ലക്ഷക്കണക്കിന് പുസ്തകങ്ങളെ ചുട്ടുകളഞ്ഞാണ് പറയിക്കുന്നത്. അങ്ങനെ എന്നാൽ അതിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ എല്ലാ വിഷയങ്ങളുള്ളത് വേണ്ടി മോളി വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. ഈ 19ാം അധ്യായത്തില് എഫെസോസിലെത്തി അവിടെ ഇവരോട് സംസാരിച്ചു. അതിനുശേഷമായി പൗലോസിന്റെ റൂമാലും ഉത്തിരിയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ ദൈവത്തിനുള്ള ശക്തി വ്യാപരിക്കും. അപ്പൊ എഫെസ് പട്ടണത്തിൽ ഈ വളരെയധികം ആൾക്കാരൊന്നും അവിടെ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ടില്ല. എന്നാൽ അധികം ആൾക്കാരെ കൊണ്ടല്ല ദൈവം ജയം നൽകുന്നത്. നമ്മൾ വിചാരിക്കും നമ്മുടെ സഭയുടെ എണ്ണം പെരുകിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ശക്തിയാണ്. എണ്ണത്തിൽ നല്ല കാര്യം കൊണ്ടോ. എഫെസോസ് എന്ന ദേശം അത് ഏഷ്യയിലെ തന്നെ വലിയൊരു പൈശാചിക കേന്ദ്രമായിരുന്നു. എന്നാൽ അവിടെ പ്രവർത്തിപ്പാൻ വേണ്ടി ആദ്യം ദൈവം പൗലോസിനെ സമ്മതിച്ചില്ല. ആ സമയം സമ്മതിക്കാതെ അവനെ പല സ്ഥലങ്ങളിൽ വിട്ട് പരിചയം കൊടുത്ത് അവസാനമായിട്ടാണ് ഈ ഏഷ്യയിലേക്ക് അവനെ കൊണ്ടുവന്ന് അവിടെ ദൈവം ഉപയോഗിക്കുന്നത്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കാണുന്നത് ഈ മാർഗത്തെ ദുഷിച്ചവർ, എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന് മുമ്പായി മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ച് തുറന്നു ഭാഷയിൽ ദിനമ്പ് സമ്പാദിച്ചു വന്നു. 2 സംവത്സരത്തോളം നടക്കിയാൽ ആസിയിൽ പാർക്കുന്ന യഹൂദന്മാരും യവന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാനിടയായി. അതിന്റെ 10ാം വാക്യം. ഇവിടെ യഹൂദന്മാരുടെ പള്ളിയിൽ ഉപദേശശേഷമായി 2 സംവത്സരത്തോളം തുറന്നോസിന്റെ പാഠശാലയിൽ ദിനം പ്രതി സമ്പാദിച്ചു. അത് 2 സംവത്സരത്തോളം നടക്കിയാൽ ആസിയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാൻ ഇടയായി. അപ്പോൾ ഏഷ്യയിൽ താമസിക്കുന്ന പറഞ്ഞാൽ എഫെസോസിൽ താമസിക്കുന്ന എല്ലാവരും വചനം കേൾപ്പാൻ ഇടയായി. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായി വീര്യപ്രവർത്തികളെ ചെയ്യിക്കാൻ, അവിടെ വചനം പ്രസംഗിക്കുക മാത്രമല്ല ദൈവം അസാധാരണമായ വീര്യപ്രവർത്തികളെയും അവിടെ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ,
ഈ ഒരിക്കലും ഉഴുതുമറിക്കാൻ സാധിക്കാതിരിക്കുന്ന, മാറിപ്പോകയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ബലപ്പെട്ടിരിക്കുന്ന ശക്തിയെ പറിച്ചെടുക്കാൻ വേണ്ടി ദൈവം അഭിഷേകം ചെയ്ത് പൗലോസിനെ അവിടെ അയച്ചപ്പോൾ ദൈവം അവനെ കൊണ്ട് അവിടെ ചെയ്തെടുത്ത ശുശ്രൂഷ ആദ്യം വചനം പഠിപ്പിക്കുകയാണ് ചെയ്തത്. എവിടെ ദൈവത്തിന്റെ വചനം ശക്തിയോടെ പഠിപ്പിക്കപ്പെടുന്നുവോ അവിടെ ദൈവത്തിന്റെ അസാധാരണമായ ശക്തിയും വ്യാപരിപ്പാനിടയായി. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. പെട്ടെന്നൊന്നും അവിടെ പ്രവർത്തിച്ച് നടന്നില്ല. ആസിയയിൽ ഇറങ്ങി ചെന്നപ്പം തന്നെ അവിടെ വേഗത്തിൽ അവിടെ ഒന്നും തന്നെ സംഭവിച്ചു. ദൈവത്തിന് അറിയാമായിരുന്നു ഇവിടെ പ്രവർത്തിക്കണമെങ്കിൽ അത് ചില സമയങ്ങൾ വേണം. കാരണം ദൈവത്തിനറിയാം ഓരോ സ്ഥലത്തിന്റെ പ്രത്യേകത, ദൈവത്തിനറിയാം ഓരോ കുടുംബത്തിന്റെ പ്രത്യേകത, ദൈവത്തിനറിയാം ഓരോ ദേശത്തിന്റെ പ്രത്യേകത. അവിടെ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് നസ്രയന് നന്നായി അറിയാം, എനിക്കും നിങ്ങൾക്കും അറിയത്തില്ല. സ്തോത്രം. അതുകൊണ്ടാണ് ഇവിടെ ദൈവം ആസിയെ പിടിച്ചു കുലുക്കത്തക്കവണ്ണമുള്ള വലിയ പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടി പൗലോസിനെ ഉപയോഗിച്ചപ്പോൾ അവിടെ ദൈവവചനം പരക്കുവാനിടയായി തീർന്നു. ഈ 2 വർഷത്തെ ബൈബിൾ ക്ലാസ് ഏഷ്യയിലേക്ക് വചനം പരത്തുവാനിടയായി തീർന്നു. അപ്പോൾ ഈ മാർഗത്തെ കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ ചെന്നു. അത് 2 സംവത്സരം നടക്കിയാൽ ആസിയയിൽ പാർക്കുന്ന എല്ലാ, ഞാൻ വായിക്കുന്ന 10-ാം വാക്യമാണ്. അത് 2 സംവത്സരം നടക്കിയാൽ ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും യവന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാനിടയായി. പണ്ട് വിടുതൽ മീറ്റിംഗ് എല്ലാവരും നടത്തിക്കൊണ്ടിരുന്നത്. എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്വേഷണം നടക്കും പിന്നെ ബൈബിൾ സ്റ്റഡി നടത്തിക്കൊണ്ടിരുന്നു. അപ്പൊ അന്ന് ബൈബിൾ ക്ലാസ് നടത്തുമായിരുന്നു. ഈ ബൈബിൾ ക്ലാസ് നടത്തി പിന്നീടാണ് ദൈവത്തിന്റെ സഭയുടെ പ്രവർത്തനയുടെ ശക്തിപ്പെടുന്നത്. പക്ഷെ ഇന്ന് നേരെ തിരിച്ചായി. ഇന്ന് ആദ്യമേ വിടുതൽ മീറ്റിംഗ് നടത്താൻ മതി. വിടുതൽ മീറ്റിംഗ് അല്ലാതെ നടത്തേണ്ടത്. കാരണം ഈ വചനം കേൾക്കാതെ എത്ര വിടുതൽ നടന്നാലും താൽക്കാലിക വേരില്ലാത്ത ഉണങ്ങിപ്പോകും. നമുക്കൊക്കെ പറ്റുന്ന കുഴപ്പം ഇതാണ്. ദൈവത്തിന്റെ വചനം ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് വീണ് കഴിഞ്ഞാൽ, വചനം വീണ് കഴിഞ്ഞാൽ അവനെ ഒരിക്കലും ഒരു ചൂടിനും പിന്നെ തളർത്തിക്കളയാൻ കഴിയത്തില്ല. ദൈവവചനം ആദ്യമായി ഹൃദയങ്ങളിലേക്ക് നൽകാം. വിടുതൽ കണ്ട് നാം വിശ്വാസം എന്ന മറ്റൊരു വിഷയം വരുമ്പോൾ നമ്മൾ വിട്ടിട്ട് പോകും. ഇന്നൊരു അസുഖം വന്നു, സൗഖ്യമായി, യേശു നല്ലവനെന്ന് പറയും. നാളെ ഇതിനേക്കാൾ വലിയ തലവേദന വന്നു കഴിയുമ്പോൾ മാറ്റിയില്ല പറയും, യേശു വേണമെന്ന് പറഞ്ഞാൽ അടുത്ത പരിപാടിക്കും. എന്നാൽ നമ്മൾ വന്നിരിക്കുന്നത് ദൈവവചനം ദൈവമക്കളെ ആക്കുന്നത്, ദൈവസന്ധയാക്കുന്നത് വിടുതൽ കണ്ടല്ല, വിശ്വാസത്തിന്റെ മാർഗം അതിനെ സത്യമാണ് വെളിപ്പെടുത്താൻ വേണ്ടിയാ. ഞാൻ പറഞ്ഞല്ലോ, അത്ഭുതങ്ങളെ ദൈവം ചെയ്ത് അത്ഭുതം ചെയ്യും. എന്നാൽ പൈശാചികൻ വളരെയധികം ഉള്ള ദേശങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധമാവ് ചെയ്തെടുക്കുന്നത് 2 മാസത്തോളം അവിടെ തുറന്നോസിന്റെ പാഠശാലയിൽ പൗലോസ് ദിനം പ്രതി വചനം സംസാരിപ്പാൻ ഇടയാത്തിരുന്നു. അത് മുഖാന്തരമായി ആസിയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാൻ ഇടയായി തീർന്നു. ദൈവവചനത്തിന്റെ കേൾവിയാണ് വിശ്വാസം ഉണ്ടാകുവാൻ ഇടയാത്തുന്നത്. ഈ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ അത് ചിലരിൽ വിശ്വാസമായി പരിണമിച്ചു. ദൈവവചനം വിശ്വാസമായി പരിണമിച്ച ഒരു കൂട്ടം ജനതയെ ദൈവം എഫെസസിൽ കണ്ടിരുന്നു. അതിനുവേണ്ടിയാണ് അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. ദൈവ പൗലോസ് മുഖാന്തരം പിന്നീട് അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യിക്കുക. അവന്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തരവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. ഇത് സംഭവിച്ചപ്പോൾ നേർച്ച കാഴ്ചകളുമായി വിടുതലിന് വേണ്ടി ഇവിടെ വന്നുകൊണ്ടിരുന്ന പലരും പിന്നീട് വരാതായി. പറഞ്ഞാൽ പൗലോസ് എന്ന ഒരു ദൈവദാസൻ അവിടെ വചനം പഠിപ്പിച്ച് ദൈവം അവരെ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ 2 വർഷം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഓരോ ദിവസം ചെല്ലും തോറും ഈ പൗലോസിന്റെ വചന ശുശ്രൂഷയിലേക്കും അതുപോലെ തന്നെ അവന്റെ അടുക്കൽ വന്നാൽ പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ടാകുമെന്നും, അത് മാത്രമല്ല അവന്റെ കയ്യിൽ നിന്നൊരു റൂമാലോ ഉത്തിരിയുമോ എന്തെങ്കിലും കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ വ്യാധികൾ
വിട്ടുമാറി ദുരാത്മാക്കൾ പുറപ്പെട്ടു പോവുകയും ചെയ്യുന്ന രീതിയിലേക്ക് അവിടെ വചനത്തിന്റെ ശക്തി വ്യാപരിപ്പാൻ ഇടയായിട്ടുണ്ട്. അതിനകത്ത് വെറുതെ പ്രാർത്ഥിച്ച് ബഹുമാനം കൊടുത്ത് ഇടുകയല്ലേ ചെയ്തത്. വചനം വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ അതോടൊപ്പം തന്നെ വിശ്വാസം വർദ്ധിക്കുവാനിടയായിട്ട് അവർക്ക് മനസ്സിലായി പൗലോസിന്റെ കയ്യിൽ നിന്ന് വന്നില്ലേലും അവൻ പ്രാർത്ഥിച്ച ഒരു ധുവാല ഉണ്ടെങ്കിൽ അത് കൊണ്ട് ഇട്ടാൽ സൗഖ്യമാകുന്ന വിശ്വാസം കൊണ്ടാകാൻ ഇടയായിട്ട് ദേശത്തുണ്ടായി. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ദേശാന്തരികളായി നടക്കുന്ന മന്ദമായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നെന്ന് പറഞ്ഞ് യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. ഇത് 2 വർഷം ആയപ്പോൾ ഇതൊരു നല്ല മാർഗമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇവരും വിചാരിച്ചു നമുക്ക് ചെയ്യാമോ. പക്ഷേ അങ്ങനെ ചെയ്തപ്പോൾ യഹൂദിന്റെ 7 പുത്രന്മാർ സ്കേവ എന്ന ഒരു യഹൂദിന്റെ 7 പുത്രന്മാരായിരുന്നു മഹബൂദനായ സ്കേവായുടെ. ദുരാത്മാവ് അവരോട് യേശുവിനെ ഞാൻ അറിയുന്നു, ഞാനതിലേക്ക് പോകുന്നില്ല. ഇങ്ങനെ എഫെസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാർ യൗവനക്കാരും അറിഞ്ഞു. എന്താണെന്ന് അറിയാമോ? യേശു നാമം ചൊല്ലേണ്ടതുപോലെ ചൊല്ലാതെ അതിനെ വചനം കേട്ട് വചനം ഇല്ലാത്തവർ യേശുവിന്റെ നാമം എടുത്തു കഴിഞ്ഞപ്പോൾ ഈ ശക്തികൾ അവരെ പരാജയപ്പെടുത്തിയത്. ആരെ പരാജയപ്പെടുത്തിയത്? ദൈവവചനമില്ലാത്ത ശുശ്രൂഷകൾ പരാജയത്തിലേക്ക് അത് നടക്കുകയുള്ളൂ. നിങ്ങൾ ചോദിക്കും ഇപ്പോൾ എന്തുകൊണ്ടാണ് നടക്കാമെന്ന് ചോദിച്ചാൽ കഥ പറഞ്ഞു, സാത്താൻ തന്നിൽ തന്നെ ചിത്രിച്ചാൽ അവന്റെ രാജ്യത്ത് നിലനിൽക്കില്ല എന്ന് പറഞ്ഞാൽ സാത്താൻ ഇപ്പോൾ തന്നെ ബോധത്തെ കൊണ്ട് പുറത്താക്കുന്ന ഒരു നിലവാരത്തിലേക്ക് വരും വിചാരിച്ചാൽ മതി, അവരുടെ രാജ്യം അതിൽ നിലനിൽക്കാൻ തീരാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അത് പൈശാചികം. വചനമില്ലാത്തവർ അത്ഭുതം ചെയ്യുന്ന എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് പൈശാചികമാണ്. അവനാദ്യം എതിർക്കുന്നത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുമെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അവസാനത്തിലേക്ക് വരുമ്പോൾ ഈ ബോധങ്ങൾ വിട്ടുമാറുന്ന ഭൂതാത്മാക്കളെ വിട്ടുമാറ്റുന്ന സൂക്ഷിലേക്ക് വരും. അത് അവസാനത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കും. അതിവിടെ നിങ്ങൾ എന്ന് ചോദിച്ച് പിന്നെ ദുരാത്മാവുള്ള ഒരു മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കിയാൽ അവർ നഗ്നരും മുറിവറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ഇതെല്ലാം കാറ്റ് വെട്ടുന്ന പരക്കുകയാണ്. പൗലോസ് ചെയ്യുന്ന ശുശ്രൂഷകൾ മുഖാന്തരമായി എഫെസോസിൽ യേശുവിന്റെ നാമം പ്രബലപ്പെടുവാനിടയായിട്ട് അതിന് വിരുദ്ധമായി വചനമില്ലാത്ത, ദൈവ ശുശ്രൂഷയില്ലാത്ത, ദൈവത്തിന് അഭിഷേകമില്ലാത്ത, ദൈവത്തെ കണ്ടിട്ടില്ലാത്ത മഹാപുരോഹിതനായിരിക്കുന്ന സ്കേവയുടെ 7 പുത്രന്മാർ അവര് ഈ ദുരാത്മാവ് ബാധിച്ചോണ്ട് പൗലോസ് പറയുന്ന യേശുവിന്റെ നാമം എന്നാ പറയുന്നത് പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തെ ഞാൻ ഇങ്ങോട്ട് ആണയിടുന്നെന്ന് പറഞ്ഞ് യേശുവിന്റെ നാമം ചൊല്ലുവാൻ തോന്നി. പൗലോസ് പറയുന്ന യേശു അത് പൗരോഹിത്യത്തിന്റെ യേശു അല്ല. മഹോന്നതനുള്ള സ്കേഫയുടെ പുത്രന്മാർ വിചാരിച്ചു അവർക്കത് ചെയ്യാന്ന് വിചാരിച്ചത്. പക്ഷേ പൗലോസ് പറയുന്ന യേശു സർവശക്തനായ ദൈവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ പല യേശുവിന്റെ നാമവും ഉണ്ടാകും, പലരും ഉച്ചരിക്കുന്നുണ്ട്. പക്ഷേ സത്യമായിരിക്കുന്ന ദൈവത്തിനായിരുന്ന യേശുവിന്റെ നാമം ചൊല്ലുവാൻ ആര് തുനിഞ്ഞാലും അതിന്മേൽ ആ പറയുന്ന ആൾക്ക് ദൈവിക അധികാരം ഇല്ലെങ്കിൽ അവർ മറ്റുള്ളവർ കീഴ്പ്പെടുത്തുവാൻ എത്തിയിരുന്നു. അവിടെ സംഭവിച്ചത് അതല്ല. മറ്റൊരു നാമത്തിലാണെങ്കിൽ, യേശു എന്ന പേരിൽ മറ്റൊരു നാമത്തിലാണ് ചെയ്യുന്നെങ്കിൽ, സത്യസുവിശേഷത്തിൽ വേറൊരു സുവിശേഷത്തിന് കീഴിലാണെങ്കിൽ അത് അണ്ടർസ്റ്റാൻഡിങ് ആണ്, അവിടെ പ്രശ്നമുണ്ടാകത്തില്ല. എന്നാൽ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു പറഞ്ഞു. പൗലോസ് പ്രസംഗിക്കുന്ന യേശു അവരാണയിട്ട് പറഞ്ഞു. പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിലാവും, വേറൊരു യേശുവിന്റെ നാമത്തിലല്ല അവർ പറഞ്ഞത്. ഇത് പറഞ്ഞപ്പോഴാണ് ദുരാത്മാവിന് മനസ്സിലായത് ഇവർ കള്ളന്മാരാണ്. അവരോട് എന്ത് ചെയ്തു തീർന്നു, അവരെ പരാജയപ്പെടുത്തി. ഇത് മനസ്സിലാക്കി മുമ്പോട്ട് പോകണം. അപ്പോൾ പൗലോസ് പ്രസംഗിക്കുന്ന പൗലോസ് പ്രസംഗിച്ച യേശുവിനെയാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ പൗലോസ് പ്രസംഗിച്ച യേശുവിന്റെ നാമമാണ്. എന്ന് പറഞ്ഞാൽ പിതാക്കന്മാർ, ദൈവത്തിന്റെ ദാസന്മാർ, അപ്പോസ്തലന്മാർ പ്രസംഗിച്ച ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ ഇവിടെ ആധികാരികതയുള്ളത് ദൈവമക്കൾക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് അങ്ങനെ പറയാൻ കഴിയത്തില്ല. വേണമെങ്കിൽ യേശുവിന്റെ നാമം എന്നൊക്കെ പറയാം. പക്ഷേ പല യേശുവിന്റെ പേരെടുക്കുന്ന അനേകരുണ്ട്. എന്റെ നാമം എടുത്ത് അനേകർ
അടുക്കൽ വരുമെന്നാണ് പറയുന്നത്. ദൈവന്മാരുടെ ബന്ധത്തില പറഞ്ഞിരിക്കുന്നത്. അത് ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. യേശുവിന്റെ നാമം എടുത്ത് അനേകര് പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവമക്കളെ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലും പെട്ടുപോകുവാൻ ഇടയാകരുത്. അവസാന സമയത്തെ സഭയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലര് പുതിയ സഭയൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ആരംഭ സമയത്തെ സഭയെന്നോ, അവസാന സമയത്തെ സഭയെന്നോ, മുൻമഴയുടെ സമയത്ത് സഭയെന്നോ, പിന്മഴയുടെ സമയത്ത് സഭയെന്നോ പേരിൽ ഒരു സഭയുമില്ല. ദൈവത്തിന് ഒരു മാർഗമേ ഉള്ളൂ, സത്യസഭ മാത്രമേ ഉള്ളൂ. മനസ്സിലായി വിചാരിക്കുന്നു. ആരെങ്കിലും ഇത് മുൻമഴയുടെ സമയത്തെ സഭയാണെന്നും, ഇത് ലേറ്റർ റെയിന്റെ സമയത്ത്, അല്ലെങ്കിൽ പിന്മഴയുടെ സമയത്ത് സഭയാണെന്നും, അല്ലെങ്കിൽ ഇത് ആഗമകാലത്തിലെ സഭയാണെന്നും, ഇത് അന്ത്യകാലത്തെ സഭയാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങിയാൽ ശ്രദ്ധിച്ചോളണം. ദൈവത്തിന്റെ മാർഗമല്ല. ദൈവത്തിന് ഒരേ ഒരു സഭയുള്ളൂ. അത് ആരംഭത്തിലും അവസാനത്തിലും ഒന്ന് തന്നെയാണ്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമായി പറയാത്തിന്റെ കാരണം അത് മനസ്സിലാകും. അപ്പോൾ അങ്ങനെ അന്ത്യസമയത്തെ സഭ അല്ലെങ്കിൽ ആരംഭ സമയത്തെ സഭ, അങ്ങനത്തെ സഭ ദൈവത്തിനില്ല. ദൈവത്തിന്റെ സഭ സ്ഥാപിതമായത് ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലായി സ്ഥാപിതമായി. ആരംഭമോ ആരംഭത്തിലെ സഭയെന്നോ അവസാന സഭയൊന്നും ഇല്ല. ദ ലേറ്റർ ഡേയ്സ് ഓഫ് ക്രിസ്ത്യൻ ചർച്ച് എന്ന രീതിയിലും സഭയ്ക്ക് പേരുണ്ട എന്ന് എങ്ങനെ പരിശുദ്ധമാവ് ആരംഭിച്ചു, അതേ രീതിയിൽ തന്നെയാണ് സഭ മുൻപോട്ട് പോകുന്നത്. 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന സഭയാണ് 21-ാം നൂറ്റാണ്ടിലും ഉള്ളത്. അതേ ശക്തിയാണ് വ്യാപരിക്കുന്നത്. അതല്ലാതെ മറ്റൊരു നാമം, മറ്റൊരു രീതിയിലുള്ള ഒരു കാര്യത്തിലും ദൈവമക്കൾ മാറിപ്പോകരുത്. അതിനാണ് സത്യസുവിശേഷം എന്ന് പറയുന്നത്. സത്യസഭയും സത്യസുവിശേഷവും നിലനിൽക്കും, ബാക്കിയുള്ളതൊക്കെ ഓടിപ്പോകുവാൻ ഇടയെത്തീരും എന്നുള്ളതും ഇവിടെ നമുക്കിത് കാണാൻ സാധിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇവിടെ കീഴടക്കി ജയിക്കും, മറ്റുള്ളവരെ ജയിച്ചു കളയും. എന്നാൽ നമ്മളെ ജയിക്കാതിരിക്കുന്നത് എന്താ പറഞ്ഞു? ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെന്ത് ചെയ്യത്തില്ല, ജയിക്കുകയില്ല. പൗലോസ് പ്രസംഗിച്ച യേശു സ്ഥാപിച്ച സുവിശേഷവും അവന്റെ സഭയും പാതാള ഗോപുര ശക്തികൾക്ക് ജയിക്കാൻ കഴിയത്തില്ല. ഇവിടെ അതായിരിക്കുന്നത്. എന്നാൽ നിങ്ങളാവുന്നവർ ദുരാമുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കുക, അവർ നഗ്നനും മുറിവേറ്റനുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ആൾക്കാർ അവർ പരാജിതരായി തീർന്നപ്പോൾ ദൈവസഭയും ദൈവമക്കളും പറയും, ഞങ്ങൾ ജയകാളികളായി നിൽക്കുന്നത് ക്രിസ്തുവാകുന്ന പാറമേൽ നിൽക്കുന്നത് കൊണ്ടാണ്. നമ്മെ പരാജയപ്പെടുത്തി കളയുവാൻ കഴിയത്തില്ല. ഒരു ദുരാത്മാവിന്റെ ശക്തികൾക്കോ, രോഗാത്മക ശക്തികൾക്കോ, ഒരു പോരാട്ടങ്ങൾക്കോ, ദേശത്തിന്റെ ശക്തികൾക്കോ ദൈവസഭയെ ജയിക്കാൻ കഴിയത്തില്ല. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ദൈവം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ ഇവിടെ പാതാളത്തെ ശക്തിയായിരിക്കുന്ന ആ ദുരാത്മാവ് എന്ത് ചെയ്തു? അവരെ ജയിപ്പാനിടയാക്കും. അവരെ ജയിച്ച് കീഴടക്കി. നമ്മൾ ചിലപ്പം ബോധം വിട്ടുപോകത്തില്ലായിരിക്കും, പക്ഷേ പരാജയപ്പെടുത്തുവാൻ ദേശമേ. കാരണം വിടിവിക്കേണ്ടവരെ മാത്രമേ വിടിവിക്കുള്ളൂ. എല്ലാ ബോധങ്ങളും വിട്ടുപോകാത്തതായിരിക്കും. നമ്മളങ്ങനെയൊന്നും വാശിയൊന്നും പിടിക്കും. ഈ ബോധാശക്തി, ബോധാത്മാ വിട്ടുപോകുന്നതിന് ദൈവത്തിന്റെ ഹിതമുള്ള രീതിയിലുള്ള സൂക്ഷ്മാർത്ഥം. ബോധാത്മാ വിട്ടുപോയിട്ട് ശരിയായ രീതി ജീവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിന് ദുഷ്ടതയേറി 7 എണ്ണമാണ് വന്നു കയറുന്നത്. അതുകൊണ്ടാണ് എല്ലാ ബോധങ്ങളും ബോധശാന്തി നടക്കാതിരിക്കുക. എല്ലാ പ്രാർത്ഥനയിലും ബോധശാന്തി നടക്കാതിരിക്കുക. വിട്ടുമാറിക്കഴിഞ്ഞിട്ട് ജീവിക്കുന്നയാള് ദൈവപ്രകാരം ജീവിച്ചില്ലെങ്കിൽ അവന് അവന്റെ ആദ്യ സ്ഥിതി പിന്നെ അതിൽ പരിതാപകരമായിരിക്കും. അതുകൊണ്ടാണ് ദൈവം കരുണ തോന്നിയാണ് ചെയ്യാതിരിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി. ഇപ്പൊ കാണുന്ന എല്ലാ ഭൂതങ്ങളെയും പുറത്താക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല, കർത്താവ് ചെയ്തിട്ടില്ല. കാരണം വിട്ടുമാറിക്കഴിഞ്ഞാൽ പിന്നീട് അതനുസരിച്ച് ജീവിക്കണം. ജീവിക്കുന്നില്ലെങ്കിൽ ഇത് തണുപ്പ് തേടി നടഞ്ഞ് വീണ്ടും 7 എണ്ണത്തെ കൂട്ടിക്കൊണ്ടുപോയി. അതുകൊണ്ടാണ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ സ്ഥിതി അവസാന സ്ഥിതി ആദ്യത്തിനേക്കാൾ പരിതാപകരമാണ്. അതുകൊണ്ടാണ് ദൈവം എല്ലാ ബോധശാന്തിയും എല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാം വിട്ടുകളയാത്തത്. ദൈവത്തിന് ഹിതമുള്ള ശുശ്രൂഷയും ചെയ്യട്ടെ. കർത്താവ് ബോധശാന്തി നടത്തേണ്ടത് ദൈവശാന്തി കൊടുക്കട്ടെ, ദൈവ രോഗശാന്തി കൊടുക്കട്ടെ, ദൈവ രോഗശാന്തി കൊടുക്കട്ടെ. ദൈവത്തിന്റെ ഇഷ്ടവും ദൈവത്തിന്റെ ഹിതവുമാണ്. നമുക്ക് അതിനകത്ത് നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ ഹിതമാണ്. ഇവിടെ ഇവരെ പരാജയപ്പെട്ട് കീഴടക്കി പരാജയപ്പെട്ടു പോയതാൽ ദൈവമക്കളെ, ദൈവദാസന്മാരെ, ദൈവമക്കളെ,
നമ്മളെ കീഴടക്കുവാൻ ദൈവം സമ്മതിക്കില്ല. അതിന് നമുക്ക് തന്നിരിക്കുന്ന വാക്തവാക്യം ഇതാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുക. അപ്പോൾ ദൈവത്തിന്റെ സഭയെ കീഴടക്കുവാൻ ആർക്കും കഴിയുമ്പോൾ ഇവിടെ അധികം പേരൊന്നുമില്ല. പൗലോസിനോട് കൂടെ നിൽക്കുന്ന ചുരുക്കം പേർ, അവർ ശക്തന്മാരായ ദൈവത്തിന്റെ വചന, ഇവിടെ പൗലോസിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. കൂടെ നിൽക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. എങ്കിൽ ഈ പൗലോസ് മുഖാന്തരമായി ആ ദേശത്ത് വലിയ പ്രവൃത്തി ഉണ്ടായി. 2 വർഷത്തെ വചന പഠനം അവിടെ നടന്നത് മുഖാന്തരമായി ദേശത്ത് വലിയ മാറ്റമുണ്ടാകുവാൻ ഇടയാത്തീർന്നു. ആ വലിയ പ്രവൃത്തി ഉണ്ടായ അത്ഭുതങ്ങൾ അടയാളം ഉണ്ടാകുവാൻ ഇടയാത്തീർന്നു. വചനം വ്യാപരിക്കുന്നതോടൊപ്പം തന്നെ വിടുതലും വ്യാപരിപ്പാൻ ഇടയാറ്റരും. ഇന്ന് പകൽസമയം ദൈവവചനം വ്യാപരിക്കുന്നതിനോടൊപ്പം തന്നെ ആ വചനത്തോടൊപ്പം തന്നെ ദൈവത്തിന്റെ വിടുതലും അത്ഭുത പ്രവൃത്തികളും നടന്നുകൊണ്ടിരിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ സഹദേവന്മാർ പറഞ്ഞു, അവർക്കൊക്കെയും ഭയം തട്ടി, ഭയപ്പെട്ടുപോയി. ഈ പൗലോസ് പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ ആ മറഞ്ഞിരിക്കുന്ന ദൈവശക്തിയുടെ വിഷയം അറിഞ്ഞപ്പോൾ ഇവർക്ക് ഭയം തട്ടി. കാരണം പൗലോസ് ചെയ്യുന്നത് കണ്ടിട്ട് മഹാപുരോഹിതനായിരിക്കുന്ന സ്കേവയുടെ മക്കൾ വിചാരിച്ചു, ഈ നാമം ഉപയോഗിച്ചുകൊണ്ട് പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ പറഞ്ഞ് പിശാചിനെ സാത്താൻ ഭൂതങ്ങളെ പുറത്താക്കാം, അവർ ചെയ്യുന്ന പോലെ ചെയ്യാമെന്ന് വിചാരിച്ച് അവർ ഇറങ്ങി പുറപ്പെട്ടെങ്കിൽ അത് പരാജയമായിരുന്നു. മറ്റൊരാൾ ചെയ്യുന്നത് കണ്ടിറങ്ങി പുറപ്പെട്ടാൽ അത് പരാജയപ്പെടും. എന്നാൽ ദൈവം അഭിഷേകം തന്ന് ദൈവം നിയുക്തരാക്കി വിട്ട് നാം ചെയ്യുന്ന ശുശ്രൂഷ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ആ ദൈവത്തിന്റെ ഉത്തരവാദിത്തം, ആ ദൈവത്തിന്റെ ഉത്തരവാദിത്തം ചെയ്യുന്നത്. മറ്റാരും ചെയ്തല്ലോ അതുപോലെ ഞാനും ചെയ്തേക്കാമെന്ന് വിചാരിച്ചാൽ ദൈവം ഞാൻ നിന്നോട് കൂടെ കാണത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ കൊണ്ട് ദൈവം തന്നിരിക്കുന്ന മാത്രമേ നാം ചെയ്യാവൂ. ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്ന മാത്രം നാം ചെയ്താൽ മതി. ദൈവം നമ്മളോട് അറിയിച്ചിരിക്കുന്ന, ദൈവം നമുക്ക് അറിയിക്കുന്ന സൂക്ഷികളാണ് നാം ചെയ്യേണ്ടത്. ദൈവം നമ്മുടെ ശക്തരാക്കും. പ്രാർത്ഥിപ്പാൻ, ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി സൂക്ഷിപ്പാൻ, ദൈവം അറിയിക്കുന്ന കൃപാവരങ്ങൾ ജ്വലിക്കപ്പെടുവാൻ കർത്താവ് നമ്മെ ശക്തരാക്കി എടുക്കുക തന്നെ ചെയ്യും. ഇവിടെ ഇത് എങ്ങനെ യേശുവിന്റെ നാമം എന്ത് ചെയ്തു? യേശുവിന്റെ നാമം മഹിമപ്പെട്ടു. 17-ാം വാക്യം എന്ന് ഞാൻ ഒരിക്കൽ കൂടി വിളിച്ചു പറയുന്നത്, യേശുവിന്റെ നാമം അവിടെ മഹിമപ്പെട്ടു. 2 വർഷം കൊണ്ട് ആസിയിൽ യേശുവിന്റെ നാമം മഹിമപ്പെട്ടു. അപ്പോൾ ഈ യേശുവിന്റെ നാമം മഹിമപ്പെട്ടപ്പോൾ അവിടെ നടക്കുന്നത്, ചിലരുടെ ശക്തി അവിടെ ഒടുങ്ങിപ്പോയി. അതിന്റെ 27-ാം വാക്യം, ആസിപുഴനും ഭൂതലവും ഭജിച്ചു പോരുന്നവളുമായ അവളുടെ മാഹാത്മ്യം ഒടുങ്ങിപ്പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ യേശുവിടെ നാമം മഹിമപ്പെടുന്ന കണ്ടപ്പോൾ ദേശത്ത് ഈ ജാതീയ ശക്തികൾ അത് വളരെ പ്രബലപ്പെട്ടു നിന്നുകൊണ്ട് ഒന്നിച്ചു നിൽക്കുക. ആ ശക്തി അനുദിനം അതിന്റെ ശക്തി ക്ഷയിച്ചു പോകുന്നു എന്നുള്ള ചിന്ത വരികയും ജനത്തെ ഒരുമിച്ച് കൂട്ടുവാൻ ഇടയാക്കിയത്. എന്താ കാരണം? പറഞ്ഞിരിക്കുന്നത്, ഭയം തട്ടി കർത്താവ് യേശുവിന്റെ നാമം മഹിമപ്പെട്ടു. വിശ്വസിച്ച അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു. ദൈവവചനം എത്തിച്ചേർന്ന് കഴിയുമ്പോൾ മാനസാന്തരം ഉണ്ടാകും. മാനസാന്തരം അത്ഭുതമല്ല നടക്കുന്നത്. രോഗസൗഖ്യമല്ല വിഷയം. ദൈവവചനം വ്യാപരിച്ചു കഴിയുമ്പോൾ പാപിയാണെന്ന് മനസ്സിലാകും. അതല്ലാത്തൊരു ശുശ്രൂഷയല്ല. ഞാൻ പറഞ്ഞല്ലോ, വിടുതൽ ശുശ്രൂഷ വേണം. പക്ഷെ എന്നാൽ വചനത്തിന് അധീനതയിലുള്ള വചന ശുശ്രൂഷയുള്ള ബന്ധത്തിലുള്ള ശുശ്രൂഷ നടക്കുമ്പോഴാണ് അത്ഭുതം നടക്കുന്നത്. അവിടെ വിശ്വസിച്ച അനേകരും വന്നു തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞു. കാരണം ദൈവഭയം ഉണ്ടാകണം. സകല ഹൃദയങ്ങളെ രഹസ്യങ്ങളെ അറിയുന്ന ദൈവം ആണ് സാക്ഷാൽ ദൈവമെന്നും അവന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല എന്നുള്ളതും ആ ദേശത്ത് മനസ്സിലായപ്പോൾ അനേകര് വിശ്വസിച്ചുകൊണ്ട് തങ്ങളുടെ കുറ്റങ്ങളെ അവിടെ ദോഷപ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു. മാനസാന്തരപ്പെട്ടു. എഫെസ്യ ആസിയയിലെ പ്രധാന പട്ടണമായിരിക്കുന്ന എഫെസോസിൽ
വലിയൊരു മാനസാന്തരം ഉണ്ടാകുകയാണ്. ഈ മനുഷ്യൻ മാനസാന്തരപ്പെടുന്നത് കാണുമ്പോൾ കലികൊള്ളുന്ന പൈശാചിക മണ്ഡലമുണ്ട്. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഭൗതികമായ നന്മ എന്ത് ലഭിച്ചാലും ശത്രുവാദ വിഷയമൊന്നുമല്ല. മകന് ജോലി കിട്ടുന്നു, മകൾക്ക് ജോലി കിട്ടുന്നു, നമുക്ക് എന്തെല്ലാം കാർ കിട്ടുന്നു, ഒന്നും ശത്രു ഒരുപക്ഷെ വലിയ വിഷയമുള്ള കാര്യമല്ല. എന്നാൽ മാനസാന്തരം വ്യാപരിക്കുന്നുവെന്ന് കാണുമ്പോൾ അവൻ കലി പൊള്ളുവാനിടയായിത്തീരും. ഭൗതിക നന്മകൾ നമുക്ക് ദൈവം നൽകും, ഞാൻ പറഞ്ഞത് നൽകുവാൻ തടസ്സപ്പെടും. എന്നാൽ അതിനേക്കാൾ ഉപരിയായി സാത്താൻ ഭയപ്പെടുന്നത് മാനസാന്തരത്തെയാണ്. ഒരു മനുഷ്യൻ മാനസാന്തരപ്പെടുന്ന കാണുമ്പോൾ അവൻ അറിയാം അവൻ രക്ഷപ്പെടുമെന്ന്. അപ്പോൾ ആസിയിൽ രോഗികൾ സൗഖ്യമായി, അവർ വിടുതൽ പ്രാപിച്ചു. അങ്ങനെ വലിയ സമാധാനവും സന്തോഷം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ അവിടെ മാനസാന്തരത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തുടങ്ങിയപ്പോൾ, അനേകർ മാനസാന്തരപ്പെടുവാൻ ഇടയായി കഴിഞ്ഞപ്പോൾ സാത്താന് മനസ്സിലായി ഇനി ഇവരെ കിട്ടത്തില്ലെന്ന്. അപ്പോൾ ചെയ്ത പ്രവൃത്തികൾ, സാത്താൻ ചെയ്യിപ്പിച്ച പ്രവൃത്തികളെല്ലാം പാപത്തിൻ്റെതായിരുന്നു. അത് തെറ്റാണെന്നുള്ള മനോബോധമുണ്ടായി, മാനസാന്തരം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അനുതാപത്തോടെ അത് വിളിച്ചു പറയുവാൻ തുടങ്ങിയപ്പോൾ, കണ്ണുനീരുണ്ടാകുവാൻ തുടങ്ങിയപ്പോൾ, ഭയമുണ്ടാകുവാൻ തുടങ്ങിയപ്പോൾ, യേശുവിന്റെ സുവിശേഷം മുഖാന്തരമായി എഫെസോസിൽ കരച്ചുണ്ടാകുവാനിടയായപ്പോൾ, അനേകർ ഏറ്റുപറയുവാൻ തുടങ്ങിയപ്പോൾ, അവിടെ വ്യാപരിച്ചുകൊണ്ടിരുന്ന അന്ധകാരം, ഇരുൾ മൂടി വെച്ചിരുന്ന, കണ്ണ് കെട്ടിവെച്ചിരുന്ന ജീവിതങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടുവാൻ തുടങ്ങിയപ്പോൾ അവിടെ പൈശാചികൻ അടങ്ങിയിരിക്കുവാൻ കഴിഞ്ഞില്ല. അതിന് പിമ്പിൽ പ്രവർത്തിക്കുന്നവരെ ഏത് വിധേനയും ഇല്ലാതാക്കാൻ വേണ്ടി ശത്രു പ്രബലപ്പെട്ടതിനെ കുറിച്ചാണ് തുറന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മഹാകലവും ഉണ്ടായത് ഇതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയം. മലയിലും വന്ന് തങ്ങളുടെ പ്രവർത്തനം ഏറ്റുപറഞ്ഞ് അറിയിച്ചു. ശുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു. പുസ്തകം വെച്ച് പലതും ചെയ്യുന്ന പരിപാടികളുണ്ട് കൊണ്ടോ. ഇവിടെ എന്റെ കയ്യിൽ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന പുസ്തകം ഒരിക്കലും ഈ പറയുന്ന രീതിയിൽ രഹസ്യമായിട്ട് വെച്ചുകൊണ്ട് ഒരിക്കാനുള്ള പുസ്തകമല്ല, പരസ്യമായി പ്രസംഗിക്കാനുള്ള പുസ്തകമാ, പരസ്യമായി കൊണ്ടു നടക്കാനുള്ള പുസ്തകമാ. അതുകൊണ്ടാണ് കൊണ്ടു നടക്കുന്നത്. സ്തോത്രം. ഇത് രഹസ്യമായി വെക്കുന്നതല്ല. എന്നാൽ ശുദ്ധ പ്രയോഗം ചെയ്യുന്ന പുസ്തകങ്ങൾ രഹസ്യത്തിൽ കൊണ്ട് നടന്ന രഹസ്യത്തെ വായിച്ച് ചെയ്യുന്ന പ്രവൃത്തികളാണ്. അവര് ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്ക് കൂട്ടിയാറെ 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്നു, പ്രബലപ്പെട്ടു. വെറുതെ എല്ലാ ശുശ്രൂഷ, വെറുതെ എല്ലാ ബൈബിൾ ക്ലാസ്. ഒരുപക്ഷെ ആരും അതിന് ഗവനിക്കത്തില്ലായിരിക്കാം. ഞാനും വിചാരിക്കും, എന്തിനാ ഇത്രയും 243 ബൈബിൾ ക്ലാസ്സുകൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ നോക്കി 10, 36, 61 പേരെയൊക്കെ കണ്ടിട്ടു. പലപ്പോഴും പ്രാർത്ഥിക്കും, കൈവച്ച് പ്രാർത്ഥിക്കും, ദൈവമേ ഇത് എത്തേണ്ട സ്ഥലം എത്ര പ്രാർത്ഥിക്കും. റെക്കോർഡിംഗ് ഫെസിലിറ്റിയും ഒന്നും അത്ര വലിയ ക്വാളിറ്റി ഒന്നുള്ളതല്ല. നമുക്ക് ഇട്ടിരിക്കുന്ന അതിനനുസരിച്ച് പിന്നെ ദൈവവചനം എങ്ങനെയെങ്കിലും പ്രചരിച്ചാൽ മതി. ഇത് വളരെ സുന്ദരമായ രീതി റെക്കോർഡികളൊന്നുമില്ല. അത് ആരുടെയും ഹൃദയത്തിൽ എത്തട്ടെ എന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മൂന്നും പ്രധാനമായി പോകത്തിൽ 2 വർഷം പൗലോസ് അവിടെ ഈ ആസിയയിലെ തുറന്നോസിന്റെ പാഠശാലയിൽ ദൈവം എടുത്തപ്പോൾ അത്രമാത്രം വലിയ വിടുതലാകുമെന്ന് പൗലോസ് വിചാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ദൈവനം പഠിപ്പിക്കുമ്പോൾ വേഗത്തിൽ ഒരു പ്രവൃത്തിയും കാണത്തില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം അത് പരന്നുകൊണ്ടേയിരിക്കും, അതിന്റെ ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, എവിടെ വചനം കേൾക്കുവാൻ ആൾക്കാർ തുടങ്ങിയോ, എവിടെ ആരെല്ലാം വചനം കേൾക്കുവാൻ തുടങ്ങിയോടെ വിശ്വാസം ഉണ്ടാകുവാൻ ഇടയായിത്തീരും. വിശ്വാസം അത് ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവികൾ ഉണ്ടാകുമ്പോൾ, അങ്ങനെ ഉണ്ടാകുമ്പോൾ മാനസാന്തരം ഉണ്ടാകും. അതാണ് ഫലമുളവാകുന്നത്. മാനസാന്തരത്തിന്റെ ഫലം യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു. മാനസാന്തരത്തിന്റെ ഫലം കയ്പീൻ എന്ന് വിളിച്ചു പറഞ്ഞെങ്കിൽ
അവിടുത്തെ മഹാപുരുഷന്മാരുടെ ശുശ്രൂഷകൾ കൊണ്ടോ അന്ന് നടന്ന യാഗങ്ങൾ കൊണ്ടോ ഒന്നും മാനസാന്തരത്തക്ക യോഗ്യമായ ഫലം കായ്പാൻ കഴിയാതിരുന്നപ്പോൾ സർവ്വലോകത്തിലും മാനസാന്തരത്തിന് ഫലം കായ്പാൻ വേണ്ടി യേശുക്രിസ്തുവിന്റെ പരമയാഗം മുഖാന്തരമായി ആ പുണ്യാഗ രക്തത്തിന്റെ ജീവന്റെ ശക്തി വ്യാപരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ജീവന്റെ സ്നേഹം വ്യാപരിക്കുമ്പോഴാ നമ്മൾ ചെയ്തു പോയ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വിടുതൽ പ്രാപിച്ച് കഴികൾ പ്രാപിക്കുന്നതിനെയാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. ഞാൻ പാപിയാകുമ്പോൾ, രോഗിയാകുമ്പോൾ, തളർന്നു പോകുമ്പോൾ എന്നെ ആര് സഹായിക്കുമെന്ന് വിചാരിക്കുമ്പോൾ യേശു പറയും, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ ഇതിലൂടെ എല്ലാം കടന്നുപോയവനാ, നിന്നെ രക്ഷിപ്പാൻ, നിന്നെ വിടിവിക്കാൻ വേണ്ടിയാ ഞാൻ 2000 വർഷം മുമ്പ് കാൽവരി യാഗമായിട്ട് നിന്ന് യേശുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുമ്പോൾ ഇന്ന് ജീവിതത്തിൽ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഏത് ഭാരവും വിട്ടുമാറുവാൻ ക്രിസ്തുവിന്റെ ആത്മാവിന് കഴിയുമെന്ന് ദൈവാത്മാവ് ഇടപെടുമ്പോൾ അത് സംഭവിക്കും. ഇവരത് ഏറ്റുപറഞ്ഞ് എന്ത് ചെയ്തു? കൊണ്ടുവന്ന് എല്ലാവരും കാണുക, ചുട്ടുകളഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരൊറ്റ പുസ്തകം മാത്രമേ ഉള്ളൂ. പിന്നെ ദേവദാസന്മാർ എഴുതിയ പുസ്തകങ്ങളോ, അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഒരു പുസ്തകമേ ഉള്ളൂ. ഈ പുസ്തകം പരസ്യമായി കൊണ്ടു നടക്കുന്നതിന്റെ കാരണം ഇതിനകത്ത് രഹസ്യമൊന്നുമില്ല. ആരുടെ അടുത്ത് പ്രസംഗിക്കാം, ഇതിനകത്ത് ആരെയും നശിപ്പിക്കുന്നതൊന്നും പറഞ്ഞിട്ടില്ല. ഇതുകൊണ്ട് ഇത് വെച്ചിട്ട് അയൽക്കാർ നശിച്ചു പോകുന്ന ഒരു പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയല്ലേ പുസ്തകം തന്നിരിക്കുന്നത്. സ്നേഹത്തിന്റെ വാക്കുകൾ എഴുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ പുസ്തകം. അതുകൊണ്ടാണ് ദൈവമക്കൾ പരസ്യമായി പ്രസംഗിക്കുകയും കൊണ്ടുനടക്കുകയും ചെയ്യുന്നത്. പക്ഷെ എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ശുദ്ധ പ്രയോഗങ്ങളെ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി അവർ വെച്ചുകൊണ്ടിരുന്ന ആ പുസ്തകങ്ങൾ എല്ലാം കൊണ്ടുവന്ന് കാണുക ചുട്ടുകളഞ്ഞെന്ന് അന്ന് വരെ പലരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്ന പ്രയത്നം മുഴുവനും ദൈവാത്മാവ് വ്യാപരിച്ചപ്പോൾ തീക്കകത്ത് ഇല്ലാതായി തീർന്നെന്ന് ശത്രു ചെയ്തു കൊണ്ടുവന്ന പ്രവൃത്തി തലമുറകളെ അടക്കി വാണുകൊണ്ട് എത്രയോ പുസ്തകങ്ങൾ എഴുതി അത് ശുദ്ധപ്രയോഗം ചെയ്ത് ദേശത്തെ കെട്ടിവെച്ചിരുന്ന പ്രവൃത്തികളാണെന്നറിയാമോ? ഒരൊറ്റ ദിവസം കൊണ്ട് ചാമ്പലായി തീർന്നത് ദൈവവചനം വ്യാപരിക്കുമ്പോൾ സാത്താൻ പലരെ കൊണ്ട് ചെയ്തു കൊണ്ടുവന്ന അനവധി ദിവസങ്ങളായി ചെയ്തു വെച്ചിരുന്ന ശുദ്ധപ്രയോഗങ്ങൾ ഇന്ന് പകൽ സമയത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവാത്മാവിന്റെ തീയിലത് കത്തി ചാമ്പലാകുമെന്ന് അന്ന് അവിടെ ചെയ്തതുപോലെ ഈ ദിവസം സംഭവിക്കാൻ പോകുക. അനവധി ദിവസങ്ങളായി പലരാൽ എഴുതപ്പെട്ട പല ഗ്രന്ഥങ്ങളും എന്ത് ചെയ്തു? ഇനി ആരും ഉപയോഗിക്കാൻ കഴിയാത്തവർ തന്നെ നശിപ്പിച്ചു കളയുവാൻ ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിച്ചെങ്കിൽ ദിവസങ്ങളിൽ ജാതികളുടെ എല്ലാ ശക്തികളെയും ചാമ്പലാക്കി കളയുവാൻ കഴിവുള്ളതാണ് ദൈവവചനത്തിന്റെ ശക്തി എന്നാണ് ഇവിടെ വെളിപ്പെടുന്നത്. ഇങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോഴാണ് അവരുടെ ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. നിങ്ങൾ ആലോചിച്ചോ, വളരെ കരുതലോടെ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് ഈ പുസ്തകങ്ങളെല്ലാം. അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ വേണ്ടി വെച്ചുകൊണ്ടിരുന്നതാണ് യുദ്ധപ്രയോഗങ്ങളുടെ പുസ്തകങ്ങളെല്ലാം, അല്ലേ? അത് ഒരു ദിവസം കൊണ്ട് എഴുതുകയല്ല, പലരുടെ കയ്യിൽ നിന്ന് കൈമാറി എഴുതപ്പെട്ടതും അത് തലമുറയ്ക്ക് കൈമാറിക്കൊണ്ടിരുന്നതുമായ ഈ ശുദ്ധപ്രയോഗങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പുസ്തകങ്ങളെല്ലാം ഇവര് കൊണ്ടുവന്ന് നമ്മളത് വായിക്കുമ്പോൾ നിസ്സാരമായിട്ട് വിചാരിക്കും. ശുദ്ധപ്രയോഗങ്ങളെ കൊണ്ടുവന്ന് നമ്മൾ ആലോചിച്ച് നോക്ക്, ഈ എന്തായിരുന്നു അതിന്റെ പിന്നിലിരുന്നത്? ഇത്രയും ഈ പുസ്തകങ്ങൾ പല രീതിയിലുള്ള തന്ത്ര വിദ്യകളെ കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എങ്ങനെ പൈശാചികൻ, എങ്ങനെ ദുരാത്മാക്കൾ എങ്ങനെ കീഴ്പ്പെടുന്ന എനിക്കറിയുന്നതിനെ കുറിച്ച് എന്താണുള്ളത്. ശുദ്ധപ്രയോഗം ചെയ്യുന്ന അവർക്ക് അതിന്റെ പുസ്തകങ്ങളും അതിൻ്റെതായ കാര്യങ്ങളൊക്കെ കാണും. നമുക്കത് അറിയത്തില്ല എന്താണ്. അപ്പൊ എഫെസസിൽ ഉണ്ടായിരുന്നു, അവരത് ചെയ്തുകൊണ്ടിരുന്നതാണ്. അവർക്കത് ക്രിസ്തുവിന്റെ വചനം വന്നപ്പോൾ മനസ്സിലായപ്പോൾ അതിനെല്ലാം വിട്ടുകളഞ്ഞ് ചാമ്പലാക്കി കളഞ്ഞു. അത് കണ്ട് അത് 50,000 വെള്ളിക്കാശ് വിലയുള്ളതാണ്. വിലയുള്ള ഈ പറയുന്ന എല്ലാ സമ്പാദ്യങ്ങളും അവിടെ ഗ്രന്ഥങ്ങളെല്ലാം എന്ത് ചെയ്തു? കത്തിച്ചു കളയത്തക്കവണ്ണമുള്ള നിലവാരത്തിലേക്ക് വചനത്തിന്റെ ശക്തി പ്രബലപ്പെടുവാടേ തീർന്നു. അങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. ആസിയിൽ ആദ്യം വചനം പ്രസംഗിക്കരുതെന്ന് പറഞ്ഞവരെ മക്കോദനിക്ക് അയച്ചെങ്കിൽ പൗലോസേ, ദൈവത്തിന്റെ സമയത്ത് ദൈവം നിന്നെ ഉപയോഗിക്കും. അതെ, ദൈവത്തിന്റെ സമയത്ത് ദൈവം നമ്മളെ ഉപയോഗിക്കും. ചിലപ്പോൾ ചില തടസ്സങ്ങൾ, ചില സമയങ്ങൾ മാറ്റിവിടുന്നത് നമുക്ക്
അതിന്റെ സമയം ആകാത്തത് കൊണ്ട് 2 വർഷം വചന പഠനം നടത്തണമെന്ന്, ആസിയിൽ വചനം പ്രസംഗിക്കണമെന്ന്, ആസിയിൽ ക്ലാസ്സുകൾ എടുക്കണമെന്ന്, അവിടെ വിടുതൽ ശുശ്രൂഷ നടക്കുന്നതിന് മുമ്പായി വലിയ പ്രവൃത്തിയായ വചനം വ്യാപരിക്കണമെന്നുള്ളത് ദൈവപ്രവൃത്തിയായിരുന്നു. അങ്ങനെ ഏത് മുഖാന്തരമായി ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മക്കതോന്യ കയ്യിൽ കൂടി കടന്ന് യെരൂശലേമിലേക്ക് പോകണമെന്ന് മനസ്സ് നിശ്ചയിച്ച് ഞാൻ അവിടെ ചെന്ന ശേഷം റോമയെ കാണുമെന്ന് പറഞ്ഞു. തനിക്ക് ഇങ്ങനെ ഈ വലിയ ഒരു പ്രവൃത്തി എല്ലാം ചെയ്ത് ആസിയിൽ ദൈവം പ്രബലപ്പെട്ട് അതിന്റെ ഉച്ചാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഈ പൗലോസ് അവിടെ വിട്ട് പോകുവാൻ, യെരൂശലേമിലേക്ക് പോകുവാൻ പ്ലാൻ ചെയ്തപ്പോഴാണ് ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, ഇനി അടുത്ത സ്ഥലത്ത് ഇവൻ ചെന്ന് ഇതുപോലെ ചെയ്യുമെന്ന് കണ്ടപ്പോഴാണ് ഇവിടുത്തെ ശക്തി ചടകുഴഞ്ഞ് എഴുന്നേറ്റ് ഇവനെ എന്ത് ചെയ്ത് പിടിപ്പാട്ടിടയാത്തത്, പൗലോസിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി പരിശ്രമിച്ചത്. ആ കാലത്ത് ഈ മാർക്കത്തെ ചൊല്ലി വലിയ കലഹമുണ്ട്. അപ്പോൾ വലിയ കലഹം ഉണ്ടാകാൻ കാരണം മോളി വായിച്ച വലിയ കാര്യം ഉണ്ടായതുകൊണ്ടാണ്. എന്താ വലിയ കാര്യം? എന്താ? അവിടെ മാനസാന്തരമുണ്ടായ ഏറ്റവും വലിയ കാര്യം മനുഷ്യന്റെ ജീവിതത്തിന്റെ മാനസാന്തരമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്നുള്ളത് ഒരുവൻ മാനസാന്തരപ്പെടുന്നതാണ്. ആ മാനസാന്തരം ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം കത്തിച്ചു കളയും. ബാക്കിയുള്ള എല്ലാ പാരമ്പര്യങ്ങളും ഇല്ലാതായിത്തീരും. മാനസാന്തരം ഉണ്ടാകാതെ എത്ര രോഗസൗഖ്യം ഉണ്ടായാലും എത്ര നന്മ കിട്ടിയാലും പ്രയോജനമില്ല. എന്നാൽ മാനസാന്തരത്തിന് യോഗ്യമതയുള്ള ജീവിതങ്ങൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ അതാണ് ഏറ്റവും പ്രബലമായിട്ടുള്ളത്. അത് കാണുമ്പോഴാണ് സാത്താൻ അവൻ എന്ത് ചെയ്യുന്ന സകലബലവും ഉപയോഗിച്ച് എതിർക്കാൻ വേണ്ടി മാർക്കത്തിന് വിരുദ്ധമായി എഴുന്നേൽക്കുന്നത്. അവിടെ വലിയ വിഷയങ്ങൾ കലാപമുണ്ടാകുവാനിടയെത്തിരുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് നിന്നത് ഇങ്ങനെ ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ ഇതിനെ ഉണ്ടായിക്കൊണ്ടിരുന്ന തട്ടാന്മാർ വിചാരിച്ചു ഇനി ആരും വരത്തില്ല, പുസ്തകമെല്ലാം ചുട്ടുകളഞ്ഞു. ഇങ്ങനെ ഓരോ ദിവസം ചെല്ലും തോറും ഇവിടെ യേശുവിന്റെ നാമം മഹിമപ്പെടുന്നു. അതുകൊണ്ട് അന്ന് വരെ ചെയ്തു വന്ന പാരമ്പര്യത്തിന്റെ ശക്തികൾക്ക് ഇനി മുമ്പോട്ട് പോകുവാൻ കഴിയത്തില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇവരെന്ത് ചെയ്ത് ആൾക്കാരെ കൂട്ടിവരുത്തി കലഹമുണ്ടായി. അതിനാൽ നമ്മുടെ ഈ കാര്യം 19 ആക്ഷേപത്തിലാകുവാൻ അടുത്തിരിക്കുന്നതുമല്ലാതെ നമ്മുടെ തൊഴിലോ പോകും. അത് മാത്രമല്ല, അർത്തമിസ് മഹാദേവിയുടെ ക്ഷേത്രം ഏതുമില്ല എന്ന് വരികയും ആസ്യ മുഴുവനും ഭൂതലവും വലിച്ചു പോരുന്നുള്ള മാഹാത്മ്യം ഒടുങ്ങിപ്പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞ് അവർ അത് കേട്ട് ക്രോധം നിറഞ്ഞവരായി എഫെസോയുടെ അർത്തമിസ് മഹാദേവി എന്ന പട്ടണം മുഴുവനും കലകം കൊണ്ട് നിറഞ്ഞു. അതിന്റെ 29-ാം വാക്യം, പട്ടണം മുഴുവനും കലകം കൊണ്ട് നിറഞ്ഞു. ജാതികളുടെ കലകം ശമിപ്പിക്കുന്നവൻ പൗലോസിന്റെ സത്യവചനത്തിന്റെ പ്രസംഗം മുഖാന്തരമായി, പഠിപ്പിക്കൽ മുഖാന്തരമായി, അസാധാരണമായി വീര്യപ്രവർത്തനം നടക്കുന്നത് മുഖാന്തരമായി അവിടെ ദൈവനും ശക്തിയോട് വ്യാപരിക്കുകയും മാനസാന്തരത്തിന്റെ പ്രവൃത്തി ഉണ്ടാകുകയും അനേകം മാനസാന്തരപ്പെട്ട അവിടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് അവർ കരുതി വെച്ചിരുന്ന അമൂല്യമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതെല്ലാം ചുട്ടുചാമ്പലാക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കാര്യം സംഭവിക്കാനിടയായി തീർന്നു. ഒരു ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഉണ്ടായപ്പോൾ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ പലരുടെയും ലാഭം നഷ്ടമായി തീരുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തുറന്ന് ഈ അന്ന് വരെ പറഞ്ഞു വന്നിരുന്ന പ്രശസ്തമായതെല്ലാം അപ്രസക്തമായി തീരുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ അതിനെതിരെ ശക്തമായ പ്രവൃത്തി ഉണ്ടാകുകയും പട്ടണം മുഴുവനും ക്രോധം നിറഞ്ഞവരായി അവർ പട്ടണം മുഴുവൻ കലകം കൊണ്ട് നിറയപ്പെടുവാൻ തീർന്നു. എന്താ കാര്യം? എന്താ? ഒരൊറ്റ മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ടാണിത്. നീ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരുവൻ മുഖാന്തരമായി ശക്തമേറിയ പ്രവൃത്തി ഉണ്ടാകുമ്പോൾ കൂട്ടം ആൾക്കാർ ദൈവത്തിന് നിൽക്കുമ്പോൾ പട്ടണം മുഴുവനും കലകം കൊണ്ട് നിറഞ്ഞു. 20-ാം അധ്യായത്തിൽ നമ്മൾ ഒഴിവാക്കിയത് കലകം ശമിച്ചെന്നാ പറഞ്ഞു. ഒരു ചെറിയ കലഹമായിരുന്നില്ല, ഒരു ദേശത്തിന്റെ ഒരു പഞ്ചായത്തിലെ കലഹമായിരുന്നില്ല, ഒരു ഡിസ്ട്രിക്റ്റിലെ കലഹമായിരുന്നില്ല, ഒരു സംസ്ഥാനത്തെ കലഹമായിരുന്നില്ല. ആസിയ ദേശത്തെ പ്രധാന പട്ടണമായിരിക്കുന്ന എഫെസോസിലുണ്ടായ കലഹം എന്ന് പറഞ്ഞത് വലിയൊരു കലഹമായിരുന്നു. പട്ടണം കലഹം നിറഞ്ഞു. അവർ പൗലോസിന്റെ കൂട്ടുയാത്രക്കാരായ ഗായോസ്, അരസ്തഗോസ് എന്ന മക്കൊന്നിനെ പിടിച്ചുകൊണ്ട് രംഗസ്ഥലത്തേക്ക് ഒരുമ്പോട്ട് പാഞ്ഞു ചെന്നു. കിട്ടിയ 2 പേരെ കൊണ്ടുനടന്നവരെ ഒരു പിടിച്ചു അവിടെ ചെന്നു. പൗലോസ് ജനസമൂഹത്തിൽ ചെല്ലുവാൻ ഭാവിച്ച ശിഷ്യന്മാർ അവനെ വിട്ടില്ല. ഇവര് ഈ 2 പേരെ പിടിച്ചുകൊണ്ട് പോയി. പൗലോസ് എന്നാൽ അവിടെ മുമ്പിലേക്ക് ചെല്ലുവാൻ വേണ്ടി
ഇറങ്ങിച്ചെന്നപ്പോൾ അവര് പൗലോസ് ശിഷ്യന്മാരെ വിട്ടില്ല. ആസ്യാദിന്മാരിൽ ചിലർ സ്നേഹിതന്മാരാകിയ രംഗസ്ഥലത്ത് ചെന്നു പോകരുത് എന്ന് അവരും അവന്റെ അടുക്കൽ ആളയച്ച് അപേക്ഷിച്ചു. ആസ്യ അധിപന്മാരിൽ ചിലരെ ദൈവം മുന്നമേ പൗലോസിന് വേണ്ടി കരുതിയിട്ടുണ്ട്. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വചനം വ്യാപരിക്കുമ്പോൾ അധികാര സ്ഥാനങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും, ദൈവപ്രവൃത്തി ഉണ്ടാകും. അനുഭവിച്ചവർക്കറിയാം. യേശുവിന് വേണ്ടി നിൽക്കുന്നവർക്ക് വേണ്ടി അധികാരികളുടെ മനസ്സിനെ അനുകൂലമാക്കി തീർക്കുന്ന ദൈവപ്രവൃത്തി കണ്ട ദൈവത്തിനായി ഞാൻ സ്തോത്രം ചെയ്യാം. ആസ്യ അധിപന്മാരിൽ അനേകര് ഈ പൗലോസിനോട് താല്പര്യമുണ്ട്. കാരണം അവർക്കറിയാമായിരുന്നു ഇവൻ പട്ടണത്തിൽ കലകമുണ്ടാക്കുന്നവനല്ല, പ്രശ്നമുണ്ടാക്കുന്നവനല്ല, രോഗങ്ങളാൽ ബാധകളാൽ വല്ലാതെ കുഴങ്ങിക്കിടന്ന ഒരു കൂട്ടം ആൾക്കാർ, ഒരുപക്ഷെ മാനസാന്തരമില്ലാതെ വല്ലാതെ വന്ന വ്യക്തികളൊക്കെ മാനസാന്തരപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആസ്യാധിപന്മാർക്കറിയാമായിരുന്നു ഈ സുവിശേഷം മുഖാന്തരമായി ദേശത്തൊരു ദോഷവും ഉണ്ടാകുന്നില്ല, അത് മുഖാന്തരം നന്മ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഇന്ന് ലോകത്തിലെ ജാതികളോട് യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ വിളിച്ചു പറയട്ടെ, ദൈവമക്കൾ മുഖാന്തരം സുവിശേഷം മുഖാന്തരം ഒരിക്കലും ഒരു സ്ഥലത്തും കലകമുണ്ടാക്കുവാൻ ദൈവാത്മാവ് വ്യാപരിക്കുന്നില്ല. നിരാശയിലായിരിക്കുന്നവർ, ദുഃഖത്തിലായിരിക്കുന്നവർ, ആത്മഹത്യയുടെ പിടിയിലുള്ളവർ, എന്ത് സഹായത്തിന് എങ്ങനെ എന്നുള്ള രീതിയിൽ ആയിരിക്കുന്ന ജീവിതങ്ങൾ, കഠിനപ്പെട്ട മനസ്സുള്ളവരൊക്കെ മനസ്സ് മാറി ഭാവി മാനസാന്തരപ്പെടുന്ന, സ്വർഗം സന്തോഷിക്കുന്ന ശുശ്രൂഷയാണ്, ദൈവപ്രവൃത്തിയാണ് സുവിശേഷ മുഖാന്തരം നടക്കുന്നത്. അത് ചിലർക്ക് അറിയാം. ഇവർ മുഖാന്തരമായി പ്രശ്നങ്ങളല്ല ഉണ്ടാകുന്നത്, പ്രശ്നങ്ങൾക്ക് ശമനമാണ് ഉണ്ടാകുന്നത് അറിയാം. അതുകൊണ്ടാണ് ആസാദിയന്മാരിൽ അനേകരും ചിലർ അവന്റെ കൂട്ടുകാരായ, ചിലർ അവന്റെ സ്നേഹിതന്മാരാകിയാൽ രംഗസ്ഥലത്ത് ചെന്നു പോകുന്ന അവരും അവന്റെ അടുക്കൽ ആളയച്ച് അപേക്ഷിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഒരു മഹാകലകം ഉണ്ടാകുന്നതിന് മുമ്പായി, മഹാകലാപം ഉണ്ടാകുന്നതിന് മുമ്പായി കലകത്തെ ശമിപ്പിക്കുന്നവൻ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ സംഘത്തെ എഴുതി വെച്ചത് അവൻ ജാതികളുടെ കലകവും ശമിപ്പിക്കുന്നു. ആലോചിച്ച് നോക്ക്, വിടാസ്യന്മാരിൽ ആരും ഇല്ലായിരുന്നെങ്കിൽ പൗലോസിന്റെ സ്ഥിതി എന്താകുമെന്ന്. പൗലോസിനെ കണ്ടുപിടിച്ച് വെളിയിൽ കൊണ്ടുവരുമായിരുന്നു, അവനെ അവിടെ വെച്ച് കൊന്നുകളയത്തക്കുള്ള വിഷയങ്ങൾ വരുമായിരുന്നു. പല സ്ഥലങ്ങളിൽ നമുക്കറിയാം ദൈവം സഹസ്രാധിപന്മാർ, ഞാൻ മുഴുവൻ പോകുന്നില്ല, സഹസ്രാധിപന്മാരുടെ മനസ്സിനെ ജനത്തിന്റെ കലകത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. കാരണം കലകത്തെ ശമിപ്പിക്കുന്നവൻ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. വെറുതെ സംഗീതത്തെ എഴുതി വെച്ചല്ല, കലകമുണ്ടാകും, കലകത്തെ ശമിപ്പിക്കുന്ന കൂടെ ഉണ്ടാകും, പ്രശ്നമുണ്ടാകും, പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന കൂട്ടാകും. അവർക്ക് മനസ്സിലായി സുവിശേഷം മുഖാന്തരം നന്മയല്ലാതെ തിന്മയൊന്നും സംഭവിക്കുന്നില്ല. ചിലരുടെ ലാഭം നഷ്ടമായി തീരും, ചിലരുടെ ബിസിനസ് ഇല്ലാതായി തീരും, ചിലരുടെ പദ്ധതികളിലായി തീരും. അതല്ലാതെ സുവിശേഷം കൊണ്ടൊരു ദോഷവും ആർക്കും സംഭവിക്കുന്നില്ല. ഒരു ദോഷം ചെയ്യുവാനല്ല യേശു കാൽവറിയിൽ യാഗമായി തീർന്നത്. യേശു മനുഷ്യനായി ലോകത്തിൽ ദൈവം സാക്ഷാൽ വന്ന് അവൻ യാഗമായി തീർന്നത് മനുഷ്യർക്ക് ദോഷം ചെയ്യുവാനല്ല, മനുഷ്യനെ രക്ഷിക്കുവാൻ, വിടിവിക്കുവാൻ, സമാധാനം നൽകുവാൻ, അവനെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കാൻ വേണ്ടിയാണ് യേശു വന്നതാണ് സുവിശേഷം. ആശ്ചര്യന്മാരിൽ ചിലർ അവന്റെ സ്നേഹിതന്മാരായി തീർന്നത്. അവർ പറഞ്ഞു, ജനസംഘം കലക്കത്തിലായി മിക്കവേരും തങ്ങൾ വന്നുകൂടിയ സംഗതി എന്തെന്ന് അറിയാകിയാൽ ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും ആർത്തു. യുവതന്മാർ മുമ്പോട്ട് ഒന്നിക്കൊണ്ടുവന്ന അലക്സാണ്ടറിനെ പുരുഷാർത്ഥത്തിൽ ചിലർ സംസാരിപ്പാൻ ഉത്സാഹിപ്പിച്ചു. അലക്സാണ്ടർ ആംഗ്യം കാട്ടി ജനസമൂഹത്തിൽ പ്രതിപാദിപ്പാൻ ഭാവിച്ചു. ഞാൻ വിചാരിക്കുന്നത് യഹൂദനായിരിക്കുന്ന ഈ അലക്സാണ്ടർ അതിന്റെ അകത്ത് പൗലോസിനെതിരായി നിന്ന ഒരു ശക്തനായ ഒരു വ്യക്തിയായി കൊണ്ടാണ് തിമോഥെയോസ് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞത്, ഈ ചെമ്പ് പണിക്കാനായിരിക്കുന്ന അലക്സാണ്ടറിനെ അവൻ എനിക്ക് വളരെ ദോഷം ചെയ്തു. ഈ ജനങ്ങളെ ഏകോപിപ്പിച്ച് മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി പൗലോസ് 2 വർഷം അവിടെ സൂക്ഷിക്കുന്ന സമയത്ത് ഈ ശക്തമായ എതിർപ്പ് യഹൂദനായിരിക്കുന്ന അലക്സാണ്ടർ അവനും അവന്റെ ആൾക്കാരും ചെയ്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് അവിടെ തിമോഥെയോസ് ലേഖനത്തിൽ അലക്സാണ്ടർ അംഗീകാരി ജനസമൂഹം, പക്ഷേ അവൻ സംസാരിപ്പാൻ ദൈവം അനുവദിച്ചില്ല. സിംഹത്തിന്റെ വായെ അടയ്ക്കുന്നവൻ. ഇവന് വേണമെങ്കിൽ പൗലോസിനെതിരെ ഒരുപാട് വിഷയങ്ങൾ വിളിച്ചു പറയാൻ കാണുമായിരിക്കും, പക്ഷെ ദൈവം അവനെ സംസാരിപ്പാൻ അനുവദിച്ചില്ല. ദൈവം അനുവദിക്കാതെ ദൈവമക്കൾക്കെതിരെ ഒരു വാ തുറക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല.
ചിലർ മുന്തിക്കൊണ്ടുവന്ന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയാലും അവനെ സമ്മതിപ്പിക്കാതെ വായടച്ചു കളയുവാൻ ദൈവാത്മാവ് വ്യാപരിക്കും. ദിവസങ്ങളിൽ ദൈവമക്കൾക്കെതിരെ ചിലരെ എഴുന്നേൽപ്പിച്ച് മുമ്പിൽ കൊണ്ടുവന്ന് സംസാരിക്കാൻ വേണ്ടി നിർത്തിയാലും ദൈവം അനുവദിക്കാതെ നാവ് തുറക്കുവാൻ ദൈവം സമ്മതിക്കില്ല. അലക്സാണ്ടറിന് സംസാരിക്കാൻ അറിയാം, പക്ഷേ അലക്സാണ്ടറിനെ സംസാരിക്കുവാൻ ദൈവം സമ്മതിച്ച് പ്രതിപാദിപ്പാൻ ഭാവിച്ചെന്നാൽ അവൻ യഹൂദനെന്ന് അറിഞ്ഞപ്പോൾ എഫെസ്യരുടെ ആർത്തിമിസ് മഹാദേവി എന്ന് എല്ലാവരും കൂടി 2 മണി നേരത്തോളം ഏക ശബ്ദത്തോടെ ആർത്തുകൊണ്ടിരുന്നു. പിന്നെ പട്ടണമേനവൻ പുരുഷാരത്തെ സമർത്തി പറഞ്ഞത് എഫെസ്യ പുരുഷന്മാരെ, എഫെസസ് പട്ടണം ആർത്തിമിസ് മഹാദേവിക്കും ധോബിൽ നിന്ന് വീണ ബിംബത്തിനും ക്ഷേത്രപാലകൻ അറിയാത്ത മനുഷ്യനാ ഇത് എതിർമൊഴി ഇല്ലാത്തതും കയ്യാൽ ഇല്ലാത്താകിയാൽ നിങ്ങൾ തിടുക്കമായി ഒന്നും ചെയ്യാതെ അടങ്ങിപ്പാർക്കേണ്ടതാകും. ദൈവമാണ് കലകത്തെ ശോഭിക്കുന്നത്. പട്ടണത്തിന് അധിപനെ ദൈവം ഉപയോഗിച്ചു. നമുക്കറിയാം, പട്ടണ അധിപന്മാർ വിശ്വാസവന്തനെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പട്ടണത്തിന്റെ അധിപന്മാർ അപ്പൊ ദൈവ വചനം കേട്ട് ദൈവഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ദൈവം അങ്ങനെ വ്യക്തിത്വത്തോടും ഉന്നത സ്ഥാനങ്ങളുള്ളവരെ ദൈവം തൊട്ട് അനുകൂലമാക്കി തീർക്കും. 17-ാമത്തെ 34 വാക്യം, പുരുഷന്മാരോട് ചേർന്ന് വിശ്വസിച്ചു. അവരിൽ അരയോപസ്ഥാനിയായ ദയോനോസോസും ഡെമരീസ് എന്ന പേരുടെ ഒരു സ്ത്രീ മധ്യയിലുണ്ടായിരുന്നു. അരയോപസ്ഥാനി പൗലോസ് അരയോഗ മധ്യം സംസാരിച്ചപ്പോ അവിടുത്തെ പ്രധാന വ്യക്തി യേശുവിന്റെ വചനം കേട്ടെന്ന്. ദിവസത്തിൽ ഭാരപ്പെട്ടു പോകരുത്. ദൈവാത്മാവ് ചില പ്രധാന വ്യക്തികളെ ദൈവം ജാതികളുടെ കലകത്തെ ശമിപ്പിച്ച് വിശ്വാസത്തെ കൊണ്ടുവരാൻ പോകുക, അനുകൂലമാക്കി തീർക്കാൻ പോകുക. ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകും, അതിന്റെ ശക്തി ക്ഷയിച്ചു പോകും. ദൈവശക്തന്മാരെ അനുകൂലമാക്കി തീർക്കുവാനിടയത്തിലൂടെ ഈ കലകം ശമിപ്പിക്കണമെങ്കിൽ പട്ടണത്തിന് അധിപനെ കഴിയത്തുള്ളൂ. അവൻ ഓർഡർ ഇട്ടാൽ കീഴ്പ്പെടുമെന്ന് ദൈവത്തെ അറിയാം. മറ്റൊരു വിധത്തിലല്ല അവിടെ കലകം ശമിപ്പിച്ചത്. ദൈവം പട്ടണത്തിന്റെ അധികാരിയെ ഉപയോഗിക്കാനിടയാക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കെതിരെ പോരാട്ടമുണ്ടാകുമ്പോൾ ആ പോരാട്ടത്തെ എങ്ങനെ ഇല്ലാതാക്കണമെന്ന് എന്നെ വീണ്ടെടുത്ത് എന്റെ ദൈവത്തിനറിയാം. കരമുയർത്തി സ്തോത്രം ചെയ്താട്ട് നീ ഒരു രോഗിയാണെങ്കിൽ ആ രോഗവ്യവസ്ഥ വരുന്നതിന് മുമ്പ് അതിന് ശമനം നൽകുവാൻ വേണ്ടി ദൈവം മുന്നമേ പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെ അതിനെ ശമിപ്പിക്കാമെന്ന് ദൈവത്തെ അറിയാം. നീ ഒരു കടഭാരമുള്ളവനാണെങ്കിൽ നിന്റെ കടം നിനക്കൊരു ഭാരമായി തീരാതിരിക്കാൻ വേണ്ടി എങ്ങനെ അതിന് പരിഹാരം നൽകണമെന്ന് ദൈവത്തിന് നന്നായി അറിയാം. എന്റെ നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നീ സംസാരിച്ചാൽ മതി, നീ വിശ്വസിച്ചാൽ മതി, നീ വചനം പ്രസംഗിച്ചാൽ മതി. കലകമുണ്ടാകുമ്പോൾ അതിനെ ശമിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവത്തിനറിയാം. എത്ര പേർക്ക് സന്തോഷത്തോടെ പറയാൻ സാധിക്കും? അതെ, എന്റെ ദൈവത്തിനറിയാം ഏത് കലകത്തെ ശമിപ്പിക്കുവാൻ. എന്റെ ദൈവത്തിനറിയാം ഏത് രോഗത്തെ ശമിപ്പിക്കുവാൻ. എന്റെ ദൈവത്തിനറിയാം ഏത് കടഭാരത്തെയും മാറ്റുവാൻ. എന്റെ ദൈവത്തിനറിയാം ഏത് വിദ്വേഷങ്ങളെയും ഇല്ലാതാക്കുവാൻ. എന്റെ ദൈവത്തിനറിയാം ഏത് തകർച്ചയും പണിതെടുക്കുവാൻ. എന്റെ ദൈവത്തിനറിയാം. എന്റെ ദൈവത്തിനറിയാം അവനറിയാതൊന്നും സംഭവിക്കുകയില്ല. അവൻ സകലത്തെ ശമിപ്പിക്കുവാൻ ശക്തനുള്ളവനാണ്. ഇന്ന് പകൽ സമയ ഉപവാസ പ്രാർത്ഥനയിൽ എന്റെ ദൈവത്തിനറിയാം സകലവും ചെയ്യുവാൻ. പട്ടണത്തിലെ അധിപനെ ദൈവം ഉപയോഗിക്കാനിടയാക്കുന്നു. ഈ കലകം ശമിക്കണമെങ്കിൽ, പൗലോസ് കൂട്ടം രക്ഷപ്പെടണമെങ്കിൽ അവിടെ താഴെത്തട്ടിലുള്ള ഒരു പ്രവൃത്തി ചെയ്താൽ മതിയാകത്തില്ല. അവിടെ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് മർമ്മം അറിയാവുന്നറിയാം എവിടെ ചെയ്യണമെന്ന്. എന്നാ ഞാൻ നിങ്ങൾ ഭാരപ്പെടുന്നത്, എന്നാ ഞാൻ നിങ്ങൾ വിഷമിക്കുന്നത്. നമ്മൾ എല്ലാവരും പറഞ്ഞാട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനായവരുണ്ട്. അതെ, വെറുതെ ദൈവം നമ്മളെ കൈവിടുത്ത് കളയുന്ന ദൈവമല്ല. അവനറിയാം എങ്ങനെ അതിന് ശമനം വരുത്തണമെന്ന്. പൗലോസേ, നീ മുഖാന്തരമായ ശക്തമായ പ്രവൃത്തി ഉണ്ടാകുമ്പോൾ, മഹാകലകമുണ്ടാകുമ്പോൾ ഈ കലകത്തെ ശമിപ്പിക്കുവാൻ ദൈവം പട്ടണത്തിന്റെ അധിപനെ ദൈവകരങ്ങളെടുത്തു. അവൻ പറഞ്ഞു, അടങ്ങിപ്പാ, നിങ്ങൾ തിടുക്കമായിട്ട് ഒന്നും ചെയ്യാതെ അടങ്ങിപ്പാർക്കേണ്ടതാകുന്നു. അവൻ പറഞ്ഞു, ഒറ്റയെണ്ണം അനങ്ങിപ്പോകുന്നു. കലക്കമുണ്ടായി 2 മണിക്കൂറോളം ആർത്ത് നിലവിളിച്ചതാണ്. എന്താണ് ചെയ്യുന്നത് പറയാൻ അറിയാതെ പോലും നിലവിളി അവിടെ ഉയർന്ന്
വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ജനത്തിന്റെ ഇടയിൽ അധികാരിയായിരിക്കുന്ന എഴുന്നേറ്റെന്ന് പറഞ്ഞു അടങ്ങി പാർക്കണം, ശബ്ദിച്ചു പോകണം. പകൽസമയം ദൈവാത്മാവ് ചില അധികാരികളെ ഉപയോഗിക്കാൻ പോകുക. ദൈവമക്കൾക്കെതിരെയുള്ള ചില വിഷയങ്ങളുമേൽ അടങ്ങി പാർക്കുവാൻ, അതിനെ ശമിപ്പിക്കുവാൻ ദൈവം ചില ദൈവാത്മാവ് ചില വ്യക്തികളെ അധികാരമുള്ളവരെ കൊണ്ട് അത് കലയിപ്പിച്ചുകൊണ്ടിരുന്ന ചില വിഷയങ്ങളുമേൽ അത് ശമിപ്പിക്കാൻ വേണ്ടി ദൈവം ഓർഡർ അയക്കുന്ന ദിവസമാക്കി മാറ്റാൻ പോകുകയാണ്. ഇവിടെ ശക്തമായിട്ട് പട്ടണത്തിന്റെ അധിപനെഴുതി പറഞ്ഞു, ഒറ്റയാണ് അനങ്ങിപ്പോകാൻ. ഇതാണ് ദൈവപ്രവർത്തി. നമ്മൾ സേവിക്കുന്ന നമ്മുടെ ദൈവമാരാ, നമ്മുടെ കർത്താവ് ആരാ? അവന് സാധ്യമായിട്ടൊന്നുമില്ല. അവിടെ വഹിക്കുന്ന രാജാക്കന്മാരുടെ മനസ്സിനെ അവൻ നീർത്തോടുകൾ പോലെ അവൻ തിരിക്കുന്നു. അവൻ ഇഷ്ടമുള്ളിടത്തേക്ക് തിരിക്കും. അവൻ ഇഷ്ടമുള്ളിടത്തേക്ക് ഏത് അധികാരത്തെ നിയന്ത്രിക്കാൻ കഴിയും. അതുകൊണ്ട് അടങ്ങി പാർത്തോളണമെന്ന് പറഞ്ഞു. അവർ ഈ പുരുഷന്മാരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നല്ലോ. അവർ ക്ഷേത്രം കവർ ചെയ്യുന്നവരല്ല, നമ്മുടെ ദൈവയെ ദൂഷിക്കുന്നവരുമല്ല. എന്നാൽ ദെമത്രിയോസിനും കൂടെയുള്ളവർക്കും തൊഴിൽക്കാർക്കും വല്ലവന്റെ നേരെ ഒരു അസംഗതി ഉണ്ടെങ്കിൽ വിസ്താര ദിവസങ്ങൾ വെച്ചിട്ടുണ്ട്, ദേശാദികളുമുണ്ട്. നാം തമ്മിൽ വിവരിക്കട്ടെ. വേറെ കാര്യം ചൊല്ലി ആകുന്നു വാദമെങ്കിൽ ധർമ്മസഭയിൽ വാദിക്കാമല്ലോ. അദ്ദേഹം പറഞ്ഞു, ഇവരങ്ങനെ ചെയ്യുന്നവരൊന്നും അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഉന്നതന്മാർക്കറിയാം, വ്യക്തികൾക്കറിയാം നമ്മൾ ആരാണെന്നുള്ളത്. അതങ്ങനെ നമ്മൾ ആരെയും അധിക്ഷേപിക്കുന്നതല്ല. ഒരു ജാതീയ ദൈവങ്ങളെയോ ആചാരങ്ങളെയോ ദൈവമക്കൾ അധിക്ഷേപിക്കത്തില്ല. ഞാൻ നിങ്ങൾ ഒരു കാലത്ത് അതിലായത് അറിവില്ലായ്മയുടെ കാലത്ത് ചെയ്തു പോയല്ല. അറിവില്ലാതെ പലതും ചെയ്തൊരു വിടുതലിന് വേണ്ടി ആര് വെറുതെ ചെയ്യുന്നല്ല. അവരുടെയും വിടുതലിന് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടിയൊക്കെയാണ് പലതിനെ ആശ്രയിക്കുന്നത്. നമുക്കറിയാം, ശുദ്ധപ്രയോഗം ചെയ്തത് ഒരുപക്ഷെ വിടുതലിന് വേണ്ടി അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ പലതും ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചു. അങ്ങനെ അറിവില്ലായ്മയുടെ കാലങ്ങളിൽ ചെയ്തു പോകുന്നതിനെ ദൈവം കണക്കൂടുന്നില്ല. അതുകൊണ്ട് ആരെയും ആക്ഷേപിക്കുകയോ ആരെയും കളിയാക്കിയോ ഒന്നുമല്ല. നമുക്കറിയാം, ഒരുപാട് പേര് നടന്നും വേദനപ്പെട്ടും ഒക്കെ പല സ്ഥലങ്ങളിൽ പോകുന്ന ഒരു വിടുതലിന് വേണ്ടിയാണ്. നമ്മളവരെ ആക്ഷേപിക്കത്തില്ല, അധിക്ഷേപിക്കത്തില്ല. നമ്മളവരെ കാണുമ്പോൾ മനസ്സൊരുക്കി പ്രാർത്ഥിക്കും, ദൈവമേ അവരെ ഈ കഷ്ടതയിൽ ഒന്ന് വിടിവിക്കുവാൻ അങ്ങേക്ക് കൃപ തോന്നണമേ, മാനസാന്തരം കൊടുക്കണമേ, ദൈവം അവരുടെ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാ ദൈവങ്ങളെല്ലാവരെ ആരെയും ആക്ഷേപിക്കുന്നവരാണ്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ. ഒരു കാലത്ത് ഞാൻ നിങ്ങളും അങ്ങനെയായിരുന്നു. എവിടെ ഒരു വിടുതൽ കിട്ടുമെന്ന് നാമും ഓടി നടന്നവരായിരുന്നു. എന്നാൽ കൃപയാൽ നമുക്കൊരു അഭയസ്ഥാനം, പീഡനയുടെ അഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെയെന്ന് ദൈവത്തിന് പ്രകാരം പീഡിതന്മാരായിരുന്നു നമുക്കൊരു അഭയസ്ഥാനമായി, കഷ്ടകാലത്ത് അഭയസ്ഥാനമായി നമുക്ക് ആശ്രയിപ്പാൻ അഭയസ്ഥാനത്തെ കണ്ടെത്തുവാനുള്ള നമ്മുടെ കണ്ണുകൾ തുറന്നതുപോലെ കണ്ണയുടെ കണ്ണുകളെ ആ ഏഷ്യയിൽ എഫെസോസിൽ തുറക്കുവാൻ ദൈവത്തിന് തോന്നുന്നു. നമുക്കറിയാം, എഫെസോസിന്റെ സഭയെ കുറിച്ച് നമുക്കറിയാം. ശക്തമേറിയൊരു സഭ, ദൈവനാമത്തെ സ്നേഹിക്കുന്ന ലേഖനങ്ങളുടെ റാണി എന്ന് പറയത്തക്കൊണ്ടുള്ള ലേഖനം ആ സഭയിലേക്ക് എഴുതുവാൻ, നിരവധി മാർമിക വിഷയങ്ങളെ വെളിപ്പെടുത്തുവാനുള്ള തക്കതായ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയെ, എഫെസോസിലെ സഭയെ അവിടെ എഴുന്നേൽപ്പിക്കാനിടയായി. ആസിയയിലെ 7 സഭകൾ വെളിപ്പാട് ദിവസത്തിൽ അവിടെ സ്ഥാനം പിടിപ്പാടാത്ത വെറുതെയല്ല പൗലോസിന്റെ വചന ക്ലാസ്, വെറുതെയല്ല ദൈവം തന്നെ അവിടെ ഉപയോഗിച്ചത്, വെറുതെയല്ല ദൈവം ഉപയോഗിക്കുന്നത്. വെളിപ്പാട് ദിവസത്തിൽ സഭയുടെ ദൂതെഴുതുമ്പോൾ ആസിയിലുള്ള 7 സഭകളെയാണ് ദൈവാത്മാവ് മാതൃകയായിട്ടെടുത്ത് എഴുതുവാൻ ഇടയാക്കുന്നത്. ഞാൻ പകൽ സമയം സന്ദേശം അവസാനിപ്പിക്കാൻ പോയി. അപ്പൊ ഇവിടെ ദൈവപ്രവൃത്തി, നമ്മൾ കരയുന്നത്, പ്രവർത്തിക്കുന്നത് ഒരിക്കലും വൃഥാവായി പോകത്തില്ല. ഒരു സമയമുണ്ട് ദൈവത്തെ സകലത്തെ നിവർത്തിക്കാൻ വേണ്ടി. കർത്താവ് എഴുന്നേക്കുന്ന സമയത്ത് എഴുന്നേക്ക്. പട്ടണം വേണ്ടവൻ കാര്യം പറഞ്ഞു. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, ഇവരങ്ങനെ ചെയ്യുന്നവരല്ല, അവർ ആരെയും ദുഷിക്കുന്നവരല്ല, അവരൊരിക്കലും അങ്ങനെ ചെയ്യുന്നവരല്ല. പൗലോസിന്റെ വലയോഗമെന്നയിൽ അവിടുത്തെ പ്രസംഗം കേൾക്കുമ്പോഴും അവരൊരിക്കലും അവരെ ആക്ഷേപിച്ചല്ല പ്രസംഗിച്ചത്. ദൈവക്കളെ, സ്നേഹത്തിന്റെ സന്ദേശമാണ് സുവിശേഷം, സമാധാന സന്ദേശമാണ് സുവിശേഷം. നമ്മൾ പരസ്യമായി സുവിശേഷം അറിയിക്കുമ്പോൾ ആരെയും കുത്തി പ്രസംഗിക്കുകയോ ആരെയും ഇല്ലാതാക്കി പ്രസംഗിക്കുകയോ ചെയ്യില്ല. അറിവില്ലായ്മ പലരും ചെയ്യുന്നതാണ്. അത് നമ്മൾ ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. എന്നാൽ ദൈവം നമുക്ക് അറിവ് തന്നപ്പോൾ, കണ്ണു തുറന്നപ്പോൾ, തെറ്റാണെന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ അന്ന് എഫെസോസിലുള്ളവർ കത്തിച്ചു കളഞ്ഞവർ പലതിനെയും കത്തിച്ചു കളഞ്ഞ് വിശ്വാസം എന്ന ദൈവത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നത് മനസ്സാന്തരത്തിന്റെ പ്രവൃത്തി. അങ്ങനെ ദൈവ ദിവസം ചെയ്യേണ്ടവരെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊള്ളും. അതാണ് സുവിശേഷ പ്രസംഗം, അതാണ് സുവിശേഷം. ഇന്നത്തെ കലകത്തിന് കാരണമില്ലാകിയാൽ അത് നിമിത്തം നമ്മുടെ
പേരിൽ കുറ്റം ചുമത്തുവാൻ ഇടയുണ്ട് സ്പഷ്ടം. ഈ ആൾക്കൂട്ടത്തിന് ഉത്തരം പറവാൻ നമുക്ക് വകയൊന്നുമില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞ് അവൻ സഭയെ പിരിച്ചു. ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്നതാ, ഇല്ലാതാക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവന്നതാ, ജാതികളെ ഒരുക്കി കൂട്ടിക്കൊണ്ടുവന്നതാ. യഹൂദനും അവിടെ ഉണ്ടായിരുന്ന ചെമ്പോണിക്കാരും ആസ്യക്കാരും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയതാ, സഭയെ കൂട്ടി വിളിച്ചു വരുത്തിയതാ, വലിയ വിഷയം ഉണ്ടാക്കി. പക്ഷേ ദൈവം ഇടപെട്ടപ്പോൾ പട്ടണത്തിന്റെ അധിപൻ സഭയെ പിരിച്ചുവിട്ടെന്ന് കാരണമില്ലെന്ന് പറഞ്ഞ് സഭയെ പിരിച്ചുവിട്ടതുപോലെ ദിവസങ്ങളിൽ ചില കേസുകളെ ദൈവം പിരിച്ചുവിടാൻ പോകുകയാണ്. ദൈവമക്കൾക്കെതിരെയുള്ള ചില വിഷയങ്ങളെ ദൈവം അനുകൂലമായി പ്രവർത്തിക്കാൻ പോവുകയാണ്. ചിലതിനെ പിരിച്ചുവിടാൻ ദൈവാത്മാവും ഇടപെടൽ ഉണ്ടാകാൻ പോവുകയാണ്. പറയുന്നത് കാര്യമൊന്നുമില്ല. അവർക്ക് അനുകൂലമായ പൗലോസിനും കൂട്ടർക്കും അനുകൂലമായി വിധിയുണ്ടായി. ഇതിനെ സഭയെ കൂടി വന്ന കലകമുണ്ടാക്കിയ ആൾക്കൂട്ടത്തിന്റെ സഭയെ എന്ത് ചെയ്തു? അതിനെ പിരിച്ചുവിടുവാൻ ഇടയാക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ പ്രശ്നങ്ങൾ ഉരുത്തിരിയുമ്പോൾ ഭാരപ്പെട്ടു പോകണ്ട. അതിനെ പിരിച്ചുവിടേണ്ടവൻ നമ്മോട് കൂടെയുണ്ട്. അവന്റെ ആത്മാവിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പട്ടണവൻ പറഞ്ഞു, ഇന്നത്തെ കലകത്തിന് കാരണമില്ല, ഒരു കാരണമില്ലാതെയാ കൂടി വന്നിരിക്കുന്ന, ഒരു കാരണമില്ലാതെയാ വിഷയം ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരു കാരണമില്ലാതെയാ പലരെയും പേരിൽ കുറ്റം ആരോപിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നഷ്ടം വന്നിരിക്കുന്നത്, പലതും ഉണ്ടായിരിക്കുന്ന ഒരു കാരണമില്ലാത്ത കാര്യങ്ങളാ. ദൈവമക്കളുടെ വിഷയങ്ങൾക്ക് കാരണമില്ല എങ്കിലും സാത്താൻ ഏതെങ്കിലും വിധത്തിൽ നമ്മെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന ഏത് വിഷയമാകട്ടെ, ഇന്ന് അവൻ എഫെസോസിലെ പട്ടണത്തിന്റെ അധിപൻ അതിനെ ഒന്നുമില്ല, കാരണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കലകിച്ചു നിന്ന എഫെസ പട്ടണത്തെ അമർത്തി അതിനെ അവിടെ ഒറ്റ പോലും അനങ്ങാതിരിക്കാൻ ശബ്ദിച്ചുകൊണ്ട് അന്നത്തെ കലകിച്ച അവരെ അടക്കി നിർത്തി അവരെ വീട്ടിൽ പറഞ്ഞു വിട്ടതുപോലെ ഈ ദിവസങ്ങളിൽ കലകം ശമിപ്പിക്കുന്നവൻ നമ്മോട് കൂടെയുണ്ട്. സങ്കീർത്തനം 65 വായിച്ച സങ്കീർത്തനം എങ്ങനെയാ? ജാതിയുടെ കലകവും അവൻ ശമിപ്പിക്കുന്നു, ജാതിയുടെ കലകവും ശമിപ്പിക്കുന്നു. ദൈവമാണ് കലകത്തെ ശമിപ്പിക്കുന്നവൻ. അവിടെ എഫെസസിലുണ്ടായ വലിയ പ്രശ്നത്തെ ദൈവം ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അതിനെ ശമിപ്പിച്ചത് എങ്ങനെയെന്ന് ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നല്ലോ പ്രിയപ്പെട്ടവര്. എന്നാൽ മറ്റൊരു സംഭവം കൂടി ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമുക്കറിയാം, ഇസ്രായേൽ ജനത മുഴുവനും യെരൂശലേമിൽ ജാതികളെല്ലാം ഒത്തുകൂടി യേശുവിനെതിരെ അവിടെ അസൂയ കൊണ്ട് അവനെ പിടിച്ചേൽപ്പിക്കുവാൻ ഇടയാക്കുന്നത്. മർക്കോസ് സുവിശേഷം 15 വരുമ്പോൾ കാണുന്നത് 6 വാക്യം ഞാൻ വായിക്കാം. അവന്റെ ഉത്സവം തോറും അവർ ചോദിക്കുന്ന തടവുകാരനെ അവർക്ക് വിട്ടുകൊടുക്കുമായി പതിവായിരുന്നു. എന്നാൽ ഒരു കലഹത്തിൽ കൊല ചെയ്തവരായ കലഹക്കാരോടുകൂടി ബന്ധിച്ചിരുന്ന ബറബ്ബാസ് എന്ന പേരുള്ള ഒരുത്തൻ ഉണ്ടായിരുന്നു. പുരുഷാരം കയറി വന്നു, അവൻ പതിപോലെ ചെയ്യണമെന്ന് അപേക്ഷിച്ചു തുടങ്ങി. മഹോരന്മാർ അസൂയ കൊണ്ട് അവനെ ഏൽപ്പിച്ചു എന്ന് പീലാത്തോസ് അറിഞ്ഞത് കൊണ്ട് അവരോട് യഹൂദന്മാരുടെ രാജാവിനെ ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് ഇച്ഛിക്കുന്നുവെന്ന് ചോദിച്ചു. എന്നാൽ അവൻ ബറബ്ബാസിനെ വിട്ടുകൊടുക്കേണ്ടതിന് ചോദിപ്പാൻ മഹാപുരോഹിതന്മാർ പുരുഷാരത്തെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. പീലാത്തോസ് പിന്നെയും അവരോട് എങ്ങനെ നമുക്ക് കലകമുണ്ടാക്കി കലകത്തിൽ കൊല ചെയ്തവരായ കലഹക്കാരോട് ബന്ധിച്ചിരുന്ന ബറബ്ബാസ് എന്ന പേരുള്ള ഒരുവനെ കൂടി ഉണ്ടാക്കി. കലകത്തിൽ യഥാർത്ഥമായ കലകമുണ്ടാക്കി. എന്നാൽ യഥാർത്ഥമായി ദൈവത്തിനായിരിക്കുന്ന യേശു സമാധാനത്തിന് പോവാൻ അവൻ ലോകത്തിൽ വന്നത് മനുഷ്യന് സമാധാനം നൽകാൻ വേണ്ടിയാണ്. എന്നാൽ അവിടെ കലകമുണ്ടായപ്പോൾ ആ സഭയെ പിരിച്ചുവിടുകയല്ല ചെയ്തത്. മുഖ്യമാണല്ലോ അവിടെ ആ സഭ കൂടി യേശുവിനെ ക്രൂശിക്കുവാൻ സ്വർഗം അനുവദിച്ചു കൊടുത്തത്. നമുക്ക് വേണ്ടുന്ന സയനെ ദൈവം ഏൽപ്പിച്ചു കൊടുത്തത് അവൻ മരിക്കണമെന്നുള്ളത് ദൈവ നിശ്ചയമായിരുന്നു. അവിടെ കലകമുണ്ടായി. പട്ടണം മുഴുവനും യെരൂശലേമിൽ വലിയ നിലവിളി ഉണ്ടായി. യേശുവിനെ ക്രൂശിക്കണമെന്നുള്ള നിലവിളി ഉണ്ടായി. അവിടെ ആഗ്രഹത്തിന് യേശുവിനെ വിട്ടുകൊടുത്തു. അതേ യേശുവിനെ അവിടെ നിന്നില്ലാതാക്കാൻ വേണ്ടി പീലാത്തോസും പല രീതിയിൽ പരിശ്രമിച്ചെങ്കിലും അവനത് സാധിച്ചില്ല. കാരണം ദൈവം തന്റെ പുത്രനെ തകർത്തളയുവാൻ ഇഷ്ടം തോന്നി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം തന്റെ പുത്രനെ തകർത്തളയുവാൻ ഇഷ്ടം തോന്നിയത് കൊണ്ടാ, അവനെ തകർത്ത് കളഞ്ഞതുകൊണ്ടാ പൈശാചികന്റെ കലകത്തിൽ നിന്ന് അവന്റെ ശക്തിയിൽ നമ്മൾക്ക് മോചനം ലഭിക്കാൻ കഴിയാത്തത്. സമാധാനത്തിന് ദൈവം നമുക്ക് വേണ്ടി
തന്റെ പുത്രനെ യാഗമാക്കി തീർത്തതുകൊണ്ട് നമുക്ക് സമാധാനം ഉണ്ടാകുവാനേ തീർന്നു. കലകിച്ചിരുന്ന നമ്മുടെ മനസ്സിൽ കലക്കമായിരുന്ന നിരവധി വിഷയമുണ്ടായിരുന്നു. അതെല്ലാം മാറുവാനിടെ തീർന്നത് ബറാബാസ് എന്ന കലക്കാരനെ അവർ ചോദിച്ചു വാങ്ങുവാനിടെ തീർന്നു. ഒരു കലകവും ഉണ്ടാകാതെ നന്മ ചെയ്ത യേശുവിനെ, ഒരു തിന്മയും ചെയ്യാത്ത ക്രിസ്തുവിനെ അവർ ക്രൂശിക്കാൻ വേണ്ടി അവർ ആക്രോശിച്ചപ്പോൾ, അവർ അട്ടഹസിച്ചപ്പോൾ അതിന് ഗത്യന്തരമില്ലാതെ അന്നത്തെ റോമൻ ദേശാധിപതിയായിരുന്ന പീലാത്തോസ് യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയെത്തുന്നത് ദൈവത്തിന് നിർണയമായിരുന്നു. ദൈവത്തിന് നമുക്കറിയാമല്ലോ, യേശുവിനെ വെടിവെക്കുവാൻ സ്വർഗത്തിന് കഴിയുമായിരുന്നു. എന്നാൽ അവൻ അങ്ങനെ വിടുതൽ പ്രാപിക്കണമെന്നല്ല കർത്താവ് കണ്ടത്. അവൻ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരണമെന്നല്ല യേശു കർത്താവ് പറഞ്ഞത്. എന്നാൽ യേശു വരേണ്ടത് ക്രൂശിൽ നിന്ന് ഇറങ്ങി വരികയല്ല യേശുവിനെ കുറിച്ചുള്ള ദൈവ പദ്ധതി. അവൻ മരണത്തെ ജയിച്ചു എഴുന്നേറ്റ് കല്ലറയിൽ നിന്ന് വെളി വരണമെന്നുള്ളതും, അത് മാത്രമല്ല അവൻ മധ്യാകാശത്ത് വരണമെന്നുള്ളതും, അവൻ രണ്ടാമത് ഈ ഭൂമിയിൽ വരണമെന്നുള്ളതും ഇറങ്ങി വരണമെന്നുള്ളതുമാണ് ദൈവ പദ്ധതി. അന്ന് ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നാൽ വിശുദ്ധന്മാരോട് കൂടെ അവൻ രണ്ടാമത് വരുവാൻ കഴിയത്തില്ലായിരുന്നു. ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് ഒരാക്രോശിച്ചെങ്കിൽ പിതാവാൻ ദൈവം മൗനമായിട്ടിരുന്നു. അന്ന് ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നാൽ യേശു മാത്രമേ ഇറങ്ങി വരികയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അന്ന് യേശുവിനെ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാതെ അവൻ മരിക്കുവാൻ ഇടയാറ്റുന്നത് നാം അവനോടുകൂടെ സ്വർഗത്തിൽ ചെന്ന അവനോട് കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ വേണ്ടിയാ യേശുവിനെ അന്ന് ക്രൂശിൽ നിന്ന് ഇറക്കി വിടാതിരുന്നത്. അവൻ യാഗമായി തീർന്നത് നമ്മെ സ്വർഗത്തിൽ കരയറ്റാൻ വേണ്ടിയാ. ഇന്ന് പകൽസമയം കരം ഉയർത്തി സ്തോത്രം ചെയ്താട്ട് കലകത്തെ ശമിപ്പിക്കുവാൻ കഴിയുന്നുണ്ട്. അന്ന് കലകത്തെ ശമിപ്പിച്ചത് യേശുവിനെ ക്രൂശിച്ചുകൊണ്ടാ. അന്ന് കലകം ശമിക്കുവാനിടയെത്തുന്നത് അവരുടെ ആഗ്രഹത്തെ വിട്ടുകൊടുത്തു. എന്നാൽ അന്ധകാര മണ്ഡലത്തിലെ ശക്തികളെ തച്ചുടച്ചുകൊണ്ട് യേശു ഉയർത്തെഴുന്നേൽക്കുവാനിടയെന്നും ഞാൻ പ്രസംഗിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. എന്നാൽ അവൻ കലകം ശമിപ്പിക്കാൻ വേണ്ടി ഇന്ന് നമുക്ക് വേണ്ടി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് വേണ്ടി കഥ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കഥാൻ അസാധ്യമായിട്ടൊന്നുമില്ല. അവൻ ശമിപ്പിക്കുന്നവനാ, അവൻ ഇല്ലാതാക്കുന്നവനാ. ദൈവമക്കൾക്കെതിരെ വരുന്ന ഏത് തിരമാലകളെയും, ഏത് കലകത്തെയും, ഏത് മുഴക്കത്തെയും, ഏത് കോളിനെയും ശമിപ്പിക്കുവാൻ കഴിവുള്ളവൻ ഇന്ന് പകൽ സമയം നമ്മുടെ പടകിലുള്ളത് കൊണ്ട് കരങ്ങളുടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ഈ യാത്രയിൽ, ആത്മയാത്രയിൽ നമുക്ക് എതിരെ വരുന്ന ഏത് കലകത്തെയും, ഏത് വിഷയത്തെയും ശമിപ്പിക്കുവാൻ കഴിവുള്ളവൻ ഇന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അവൻ ശക്തിയോടെ പ്രവർത്തിക്കും. അവന്റെ പ്രവൃത്തി മുഖാന്തരമായി നിശബ്ദമാക്കേണ്ട നിശബ്ദമാക്കും, പിരിച്ചുവിടേണ്ടതിനെ പിരിച്ചുവിടും, സൗഖ്യമാക്കേണ്ടതിനെ സൗഖ്യമാക്കും, നൽകേണ്ടതിനെ നൽകും. ശത്രു പിടിച്ചു വച്ചിരിക്കുന്ന ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആജ്ഞയാൽ അതിനെ വിട്ടുതരാൻ പോകുക. ദൈവാത്മാവ് ചെയ്തെടുക്കുന്ന ദൈവപ്രവൃത്തിക്കായി സ്തോത്രം ചെയ്യാം. നീതിമാന്മാരുടെ അവകാശങ്ങൾക്ക് മേൽ ദുഷ്ടന്റെ ചെങ്കോലിരിപ്പാൻ ദൈവം സമ്മതിക്കുകയില്ല. ദുഷ്ടന്റെ ചെങ്കോലിരിപ്പാൻ ദൈവം സമ്മതിക്കുകയില്ല. ദൈവം അതിനെ നീക്കി കലകത്തെ ശമിപ്പിച്ച് ഞങ്ങളുടെ വചന ദൂത് വിടാൻ വിടുമ്പോൾ ഏത് ശക്തിയുടെ വിഷയത്തെ ശമിപ്പിക്കുവാൻ എന്റെ യേശുവിന് കഴിയും. அந்த കാര്യങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.